24-ന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ കാണുന്നത് ഗോപു നന്ദിലെ ജിമാർ തമ്മിൽ ബൈ SK. കേരളത്തിന്റെ ആരോഗ്യരംഗത്തേക്ക് വിദേശ കുത്തകൾ വരുന്നു എന്ന് കേൾക്കുമ്പോൾ അതുകൊണ്ട് എന്താ അപകടം, നല്ല ആശുപത്രികൾ വരില്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ അതിൽ അന്തർഭവിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. വിദേശ കുത്തകൾ വരുമ്പോൾ അവിടെ ഏറ്റവും വലിയ ശ്രദ്ധ ചികിത്സയ്ക്ക് ചെലവ് വർദ്ധിപ്പിക്കുക എന്നത് തന്നെയായിരിക്കും. രോഗികൾക്ക് അനാവശ്യമായ പരിശോധന ഉണ്ടാകും. വാങ്ങിവെക്കുന്ന എക്യുപ്മെന്റുകൾക്ക് വില തിരിച്ചു കിട്ടണം, അത് കാലഹരണപ്പെടുന്നതിന് മുമ്പേ. അങ്ങനെ 100 കണക്കിന് പ്രശ്നങ്ങളുണ്ടാകും. നല്ല ആശുപത്രി സംവിധാനങ്ങളും വൻകിട ആശുപത്രി സമുച്ചയങ്ങളും നമ്മുടെ നാട്ടിൽ ഉയരും. അതേസമയം സാധാരണക്കാരായ രോഗികൾ, മിഡിൽ ക്ലാസ് രോഗികളൊക്കെ തന്നെ നന്നായി ബുദ്ധിമുട്ടിയെന്ന് വരും. അതിന് പ്രതിരോധം തീർക്കേണ്ടത് സംസ്ഥാന ആരോഗ്യ വകുപ്പും സംസ്ഥാന സർക്കാരുമാണ്. അവിടെ ശ്രദ്ധയിലേക്ക് ഈ വിഷയത്തിന്റെ രണ്ടാം ഭാഗം. ഈ സംവാദത്തിൽ പങ്കെടുക്കുന്ന ഇവരാണ് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ ദേശീയ പ്രസിഡന്റ് ജാസ്മിൻ ഷാ, കൂടൽ ശ്രീഭാരത് ആയുർവേദം ഹോസ്പിറ്റൽ MDയും ചീഫ് ഫിസിഷ്യനുമായ ഡോക്ടർ അനു മുരളീധരൻ, ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ തട്ടിപ്പിനിരയായ മിനി കൈമൾ, സർക്കാർ ഹോസ്പിറ്റലുകളിൽ രോഗികളെ ചികിത്സിക്കാൻ കൊണ്ടുപോകുന്നത് സന്നദ്ധ സേവനമാക്കിയ പൊതുപ്രവർത്തകൻ MA നാസർ, ചികിത്സാ നീതി ജനറൽ സെക്രട്ടറി ഡോക്ടർ പ്രിൻസ് KJ, ഇന്ത്യൻ അക്യുപങ്ചർ പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അൽതാഫ് മുഹമ്മദ്, 48 വർഷങ്ങളായി ഹെൽത്ത് കെയർ മേഖലയിൽ പ്രവർത്തിക്കുന്ന TK പ്രകാശ്, ആശുപത്രി ചികിത്സയുടെ ദുരിതത്തിനിരയായ ഓട്ടോ ഡ്രൈവർ രാജേന്ദ്രൻ M, പിറവം ഗവൺമെന്റ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി അംഗവും ഗ്രേറ്റർ പിറവം ഡെവലപ്മെന്റ് ഫോറം പ്രസിഡന്റുമായ MK ഡാനിയൽ, നെന്മാറ കിംസ് അവിറ്റസ് ഹോസ്പിറ്റൽ യൂണിറ്റ് ഹെഡ് ഡോക്ടർ അനിത ജോസഫ്, MES അക്കാദമി മെഡിക്കൽ സയൻസ് കോർപ്പറേറ്റ് ഡയറക്ടർ ഡോക്ടർ ഹമീദ് ഫസൽ ഗഫൂർ, കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ അൻവർ M അലി, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നിയുക്ത പ്രസിഡന്റും മുൻ സംസ്ഥാന സെക്രട്ടറിയുമായ ഡോക്ടർ P ഗോപികുമാർ, സൺറൈസ് ഹോസ്പിറ്റൽസ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ഹഫീസ് റഹ്മാൻ PA, ഫാമിലി ഹെൽത്ത് പ്ലാൻ ഇൻഷുറൻസ് സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ഷീല ജോർജ് കണ്ടത്തിൽ, ചെറുകിട ആശുപത്രി ഉടമകളുടെ ഒഫീഷ്യൽ സ്പോക്സ് പേഴ്സണും ഗവർണിംഗ് കൗൺസിൽ അംഗവുമായ ഡോക്ടർ സാജൻ ജോസഫ് ചാഴിക്കാടൻ. ഓക്കെ, ഞാൻ ഡോക്ടറോട് ഒരു കാര്യം ചോദിക്കട്ടെ. അപ്പൊ ഈ ബഹിരാഷ്ട്ര കുത്തകകള് വരുന്നു, നമ്മള് വന്നു കഴിഞ്ഞു അവര്. അപ്പൊ ഇനിയിപ്പോ അവര് പുതിയ ആശുപത്രികള് പലയിടത്തും ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ ഈ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വരുന്ന ആശുപത്രി ആയാലും ഒരു മൊണോപ്പൊളി ആയിട്ട് വരുന്ന ഒരു ആശുപത്രി ആയാലും ചൂഷണം ചെയ്താൽ അത് ബഹിരാഷ്ട്ര കുത്തകയായാലും ഇന്ത്യൻ കുത്തകയായാലും ഒരുപോലെ കാണാൻ പറ്റും. അപ്പൊ ഡോക്ടറുടെ ഒരു നിരീക്ഷണം, ഇപ്പൊ കൃഷ്ണ അവരും യഥാർത്ഥത്തിൽ വലിയൊരു ഇൻവെസ്റ്റ്മെന്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ കരുനാഗപ്പള്ളിയിൽ ആശുപത്രി എടുത്തു, കണ്ണൂരില് കവിതയാന്ന് തോന്നുന്നു, കൃഷ്ണയിലും ഫോറിൻ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ബ്ലാക്ക് സ്റ്റോൺ ഉണ്ട്. ഇല്ല സാർ, ഇല്ല സാറെ തെറ്റിപ്പോയി. കൃഷ്ണയില് ഫോറിൻ ഇക്വിറ്റി ഇല്ല. കൃഷ്ണ ഇസ് കംപ്ലീറ്റ്ലി റൺ ആൻഡ് സ്റ്റാർട്ടഡ് ബൈ ചെയർമാൻ ആൻഡ് ഫൗണ്ടർ. അദ്ദേഹം ഒരു കാർഡിയോതൊറാസിക് സർജൻ ആണ്, ഡോക്ടർ ഭാസ്കർ റാവ് ബോളിനി. ആന്ധ്ര സ്വദേശിയാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ ഒരു സ്ഥാപനം വരുമ്പോഴും അത്യാവശ്യം ഭയം ആളുകൾക്കുണ്ട്. ഭയം എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടാവുമല്ലോ സർ. നമ്മള് സത്യം പറഞ്ഞാല് അവിടെ ഞാനൊരു ഫാക്ടർ പറയുകയാണ് സർ. ഗവൺമെന്റ് സെക്ടറിൽ നമ്മളൊക്കെ കൂടുതലും ആശ്രയിക്കേണ്ടത് ഗവൺമെന്റ് സെക്ടർ ആണെന്ന് പറയുമ്പോൾ അവിടെ പോകാൻ ഒരു വിഭാഗത്തിന് ഭയം വരുന്നതിന്റെ റീസൺ അത് പുറത്തുനിന്ന് നമ്മളിപ്പോ സാർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. കത്രിക വെച്ചതും അങ്ങനെയുള്ള കുറെ കാര്യം. പോളിസീസും പ്രോട്ടോകോൾസും സ്ട്രോങ് അല്ല അവിടെ. അതിനുള്ള ഒരു വർക്ക് ഫോഴ്സ് കറക്റ്റ് ആയിട്ട് ഇല്ല. അത്രയും നല്ല അത്രയും എംപവേർഡ് ആയിരിക്കണം വർക്ക് ഫോഴ്സ്, അത്രയും ഉണ്ടായിരിക്കണം. എല്ലാം നമ്മൾ ഈ പറയുന്ന ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് കാണുമ്പോഴല്ലേ എനിക്ക് കണ്ണ് മഞ്ഞളിച്ച് അങ്ങോട്ടേക്ക് പോകാനായിട്ട് തോന്നുന്നത്. ഈ 2 വിഭാഗത്തിനെയും, ഇപ്പം ഈ പുവർ അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിനെയും ഈ പറയുന്ന എലൈറ്റ് വിഭാഗത്തിനെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു സിസ്റ്റം നമ്മൾ ഗവൺമെന്റിൽ ഉണ്ടാക്കിയിട്ടില്ല. അവിടെയാണ് ഈ പറയുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, എനിക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എനിക്ക് അതിൽ നിന്ന് ഒരു റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ ഞാൻ അതിലേക്ക് പോകുന്നത്. അവിടെ കൺട്രോൾസ്, ഇപ്പം എനിക്ക് ഒരു കൺട്രോളും ഇല്ല. ഐ കൻ ഡിസൈഡ് വാട്ട് എവർ ചാർജസ്. ആശുപത്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു റീസൺ ആണ് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് എന്നുള്ളത്. റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഈ അതിൽ കൂടുതലായിട്ടുള്ള ഒരു സംഗതിയായിട്ട് കാണും. അത് മൾട്ടിനാഷണൽ കമ്പനീസ് മാത്രമല്ല ഉദ്ദേശിച്ചത്. അതൊരു ഡോക്ടർ ആയാലും നമ്മളിപ്പം എല്ലാ ഹോസ്പിറ്റൽസിലും ഡോക്ടർ റൺ ചെയ്യുന്ന ഹോസ്പിറ്റൽസ് അല്ല. ഇപ്പൊ ഞാൻ എന്റത് പറയുന്നു, ഇറ്റ് ഇസ് റൺ ബൈ എ ഡോക്ടർ. അല്ലാത്ത ഹോസ്പിറ്റൽസും ഇവിടെ ഉണ്ട് അല്ലെ, പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ തന്നെ. എല്ലാവരുടെയും വൺ ഫോക്കസ് ആ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഇസ് എ ബൈ പ്രോഡക്റ്റ്
ഓഫ് എ ഡോക്ടറെ ബിസിനസ്. ഞാൻ പറയുന്നത് അറിയോ? പക്ഷെ അത് മാത്രമായിരിക്കും. അത് മാത്രമാവരുത് എന്നാണ് സർ ഞാനും പറയുന്നത്. ഡോക്ടറെ Definitely ആവരുത്. കേരളം പോലെ ഒരു സംസ്ഥാനത്തെ ഇപ്പൊ കൃഷ്ണയായാലും ഏത് കമ്പനി ആയാലും ഇത്രയും വലിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി വരുമ്പോൾ ഇത്രയും രോഗികളെ കേരളത്തിലുള്ളൂ. അപ്പോൾ ഈ രോഗികൾക്ക് രോഗം വന്നാൽ പോകരുത്. അതുപോലെ ആശുപത്രികളിൽ പുതുതായിട്ടുണ്ടായിരിക്കുന്ന ഈ കൺവെർഷൻ എന്ന് പറയുന്ന സംഭവം, അതായത് ഔട്ട് പേഷ്യൻ ഇൻപേഷ്യൻ്റ് ആക്കുന്നു, ഇൻപേഷ്യൻറ്റിന് സർജറി കൊടുക്കുന്നു, അതുപോലെ ഈ വെന്റിലേറ്റർ ഇട്ട് മൃതദേഹം ചികിത്സിച്ചു എന്ന് പരാതി വരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള, ഞാനിതൊന്നും ഒരു കേട്ടർ വെച്ച് പറയുന്നതല്ല, ഇതൊക്കെ ചിലപ്പോൾ ഞാൻ ഈ ഡോക്ടേഴ്സ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ കേട്ടുള്ള ചില സംഭവങ്ങളാണ്. പക്ഷെ നമ്മളിതൊക്കെ പുറത്തു പറഞ്ഞാൽ ആൾക്കാർ ആശുപത്രി പോകാൻ തന്നെ ടെൻഷനാവും. ഇപ്പോൾ ഇന്ത്യൻ കുത്തകയായാലും സംസ്ഥാനത്തെ കുത്തകയായാലും വലിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു കമ്പനിയിൽ റിട്ടേൺ ഓഫ് ഇൻട്രസ്റ്റ് ഇത്ര 80 അല്ലെങ്കിൽ 20, 35% എന്ന് അവർ 30 നമ്മൾ ഇമാജിനറി ആയിരിക്കും, ഒരു 18-20 ഒക്കെ അവർ സാധാരണ ഫിക്സ് ചെയ്യും. അങ്ങനെ ഫിക്സ് ചെയ്ത് വരുമ്പോൾ ഈ ചൂഷണം ചെയ്യപ്പെടുന്ന രോഗി ഒട്ടി വരിഞ്ഞ് നാശമാകും. റെഗുലേഷൻ ആണോ താങ്കൾ പറയുന്നത്? എക്സാക്ട്ലി സർ, നമ്മളെല്ലാവരും സംസാരിച്ചത് ഫൈനലി, ഞാൻ ഇപ്പം ഡോക്ടറിന്റെ പ്രശ്നം പറഞ്ഞു, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരുടെയും പ്രശ്നം പറഞ്ഞു, ഞാൻ അടക്കമുള്ള കോമൺ ആ ഒരു ബൾക്കിൽ പെടുന്ന കോമൺ മാൻ എന്ന് പറയുന്ന ആ ബൾക്കിൽ പെടുന്ന ഞാൻ അടക്കമുള്ള ആളുകള് എന്റെ പ്രശ്നങ്ങളും കൂടെ പറയണ്ടേ? ഏതൊരു ഇതിലേക്ക് പോയാലും ഈ റെഗുലേറ്ററി ബോഡി കൊണ്ടുവരാതെ ഇതിന് പ്രോപ്പർ ഒരു സൊല്യൂഷൻ ഒരാൾക്കും പറയാൻ പറ്റില്ല. അത് ഇൻഷുറൻസിലായിക്കോട്ടെ, പ്രൈവറ്റ് ഹോസ്പിറ്റൽസിന്റെ കാര്യത്തിലായിക്കോട്ടെ, that regulatory body, government regulatory body should be there. ഓക്കെ. ഡോക്ടർ ഗോപികുമാർ, ഏത് രീതിയിലാണ് നമ്മൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ചൂഷണം ചെയ്യപ്പെടാൻ സാധ്യതയുള്ളത്? എന്താണ് നമുക്ക് നമ്മളെ തന്നെ പ്രതിരോധിക്കാനുള്ള അവിടുത്തെ ഒരു സാഹചര്യം? പ്രൊഫഷണൽ എത്തിക്സ് കൊണ്ടുപോകുക എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ട് ചെയ്യാനുള്ളത്. ഇനി ഈ ഒരു വിഷയത്തിൽ, അല്ല ഞാൻ ചോദിക്കുന്നത്, ഈ ആശുപത്രികളിൽ പ്രത്യേകിച്ച് ഇപ്പൊ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പിന്നെ ടെസ്റ്റ് ചെയ്തില്ല എന്നാ പരാതി വരുന്നത്. ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പലതിലും അനാവശ്യമായ ടെസ്റ്റുകൾ നടത്തി ആളുകളെ പിഴിഞ്ഞെടുക്കുന്നു എന്നൊരു പരാതി വരുന്നുണ്ട്. അപ്പൊ ഒരു ചെറിയ പനിയുമായിട്ട്, വൈറൽ ഫീവറുമായിട്ട് വരുന്ന ഒരു രോഗി പോലും ഒരുപാട് ടെസ്റ്റുകൾ അവൻ പ്രതീക്ഷിച്ചാണ് വരുന്നത്. അവൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. എന്നാൽ പോലും ടെസ്റ്റുകൾ നടത്തി അവൻ്റെ പേരിൽ ലക്ഷങ്ങൾ ബില്ല് ചെയ്ത് വിടുന്ന ആശുപത്രികൾ സംസ്ഥാനത്ത് മുളച്ചു പൊന്നുന്നു. അത് വാസ്തവത്തിൽ ഓരോ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്. ഒരു ഡിസീസ് ആയാലും ഒരു സർജറി ആയാലും അതിന് പ്രോട്ടോക്കോളുണ്ട്. അതിനകത്ത് ഇന്ന ടെസ്റ്റുകൾ ചെയ്യണം. അതിൽ നിന്ന് വിട്ടു വരുന്നത് അനാവശ്യമാണോ അല്ലേ എന്നുള്ളത് ഓഡിറ്റ് നടത്തിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അവിടെയാണ് എത്തിക്സിൻ്റെ ഇത് വരുന്നത്. പ്രധാനമായിട്ട് അത്തരം കംപ്ലയിൻറ്റുകൾ ഉണ്ടെങ്കിൽ അതിനൊരു ഗ്രീവൻസ് റിഡ്രസലും എത്തിക്സ് കമ്മിറ്റി പോലെയുള്ള, അപ്പം IMAയ്ക്കും ഉണ്ട് അതുപോലെയുള്ള എത്തിക്സ് കമ്മിറ്റി ഉണ്ട്, പരിശോധിച്ച് അത് ചെയ്യേണ്ടതാണ്. അങ്ങനെ കൃത്യമായിട്ടത് പരിശോധിക്കുകയും അതിനുള്ള ചില നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു വരുന്നതിനനുസരിച്ച് അത് കുറഞ്ഞു വരേണ്ടതാണ്. ഡോക്ടർ വിദേശ നാടുകളിലൊക്കെ ചികിത്സ നടന്ന ഒരാളായതുകൊണ്ട് ഞാൻ ചോദിക്കുക, ഇത്രയും വലിയൊരു അപകടം വിദേശത്തുണ്ടോ? എല്ലായിടത്തും ഈ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതായത് അൺഎത്തിക്കൽ ആയിട്ടുള്ള ഡോക്ടേഴ്സും അൺഎത്തിക്കൽ ആയിട്ടുള്ള മാനേജ്മെന്റും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അത് ലോകം മുഴുവനുള്ള ഒരു കാര്യമാണ്. അതായത് മാനേജ്മെന്റ് ആവശ്യമില്ലാത്ത പ്രഷർ ഡോക്ടർക്ക് കൊടുക്കരുത്. ഇന്ന ടെസ്റ്റ് ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, എനിക്ക് ഇത്ര CT സ്കാൻ വേണം, ഒരു മാസം ഇത്ര MRI എടുക്കണം, ഈ തരത്തിലുള്ള കാര്യങ്ങൾ കൊടുക്കരുത്. അത് കൂടാതെ തന്നെ രോഗികളും ശ്രദ്ധിക്കണം. രോഗികൾ പോയി പറയരുത് ഇന്ന ടെസ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ് എനിക്ക് ഈ രോഗം ഡിറ്റക്ട് ചെയ്യാത്തത്. അത് ആ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ടെസ്റ്റുകളുണ്ട്. അത് ടെക്സ്റ്റ് ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് മെഡിക്കൽ സയൻസിൽ പഠിപ്പിക്കുന്നുണ്ട്. അതനുസരിച്ച് ഡോക്ടറെ ചികിത്സിക്കാനൊന്ന് വിട്ടാൽ മതി. ഈ ആവശ്യമില്ലാത്ത സമ്മർദ്ദം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളിന്റെ ആംഗിൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇപ്പൊ ഈ KKR ആയാലും അല്ലെങ്കിൽ ബ്ലാക്ക് സ്റ്റോൺ ആയാലും ഇൻവെസ്റ്റ് ചെയ്ത ആ കമ്പനി ഉണ്ടല്ലോ, അവർ യഥാർത്ഥം ഇത്രയും കോടി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുക. അല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അതായത് അവർക്ക് ഇത് ഈ ഉപകരണങ്ങളൊക്കെ വെച്ചു ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് നടത്തി അതിൽ നിന്ന് തിരിച്ചു വരണ്ടേ? ഈ ഇൻവെസ്റ്റ്മെന്റ് മുഴുവൻ 1-2 രോഗികളുടെ നിന്ന് പിടിച്ചു പറിക്കാന്ന് തീരുമാനിക്കരുത്. അവര് പൈസ ഉണ്ടാക്കുന്നത് കൂടുതൽ രോഗികളെ ചികിത്സിച്ചിട്ടായിരിക്കണം. അല്ലാതെ വരുന്ന രോഗികളെ കംപ്ലീറ്റ് എല്ലാ എക്യുപ്മെന്റ്സിനും കൂടെ കയറ്റി ഇറക്കിയിട്ടായിരിക്കില്ല പൈസ ഉണ്ടാക്കരുത്. അമിതമായിട്ടുള്ള എക്സ്പെൻസ് അല്ലെ റേറ്റ് കൂടുതൽ എടുക്കുന്നു എന്നുള്ള പരാതി പൊതുവെ ഉണ്ടല്ലോ ഹോസ്പിറ്റലുകാർ. അതിന് എല്ലാ ഹോസ്പിറ്റലുകാരും ഉണ്ടെന്നല്ല, അല്ല പൊതുവെ നന്മയുടെ അംശമുള്ള ഹോസ്പിറ്റലുകാരൊക്കെ ഉണ്ട്. അതിനൊരു പരിഹാരമാണ് ഞാൻ പറയുന്നത്. സംസ്ഥാന ഗവൺമെന്റ് അതിനൊരു നിർദ്ദേശം വെച്ചിരുന്നു. ഓരോ അസുഖങ്ങൾക്ക് എത്ര രൂപ ചെലവ് വരും എന്നുള്ളതിന്റെ നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിക്കണമെന്ന് ഇവിടെ സൂചിപ്പിച്ചു. അത് എന്തുകൊണ്ട് ഈ IMA ഉൾപ്പെടെയുള്ള ആളുകൾ സുപ്രീം കോടതി പോയിട്ടാണ് അത് ഒഴിവാക്കി തൽക്കാലത്തിൽ അനുകൂലിക്കുന്നില്ലേ? അതൊക്കെ അനുകൂലിക്കുന്നുണ്ട്. അതിന് കൃത്യമായിട്ട് അവിടെ ഒരു ഡിസ്പ്ലേ ഇതുവരെ ഇല്ല. കേരളത്തിൽ ഒരു ആശുപത്രിയിലും ഇല്ല. നമ്മൾ സാധാരണഗതിയിൽ ഒരു ഹോസ്പിറ്റലിലെ റൂം റെന്റ് ഇത്രയാണ്, അത് നമുക്ക് ഫിക്സഡ് ആക്കി പ്രദർശിപ്പിക്കുന്നതിന് വലിയ പ്രയാസങ്ങളില്ല. ഒരു ലാബ് ടെസ്റ്റ് നടത്തുന്നതിന് ഇത്രയാണ് വരിക, പറയാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതേസമയം ഒരു സർജറി നടത്തുന്നു,
ഒരു സാധാരണ അപ്പൻഡിക്സിന്റെ ഒരു സർജറി അപ്പൻഡിസെക്ടമി നടത്തുന്നു. അത് 18 വയസ്സുള്ള ഒരു കുട്ടിക്ക് നടത്തുന്നതും 80 വയസ്സുള്ള ഒരാൾക്ക് നടത്തുന്നതും ഒരേപോലെ ആയിരിക്കില്ല. കാരണം അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും, ഓരോരുത്തരുടെ ഹെൽത്ത് സ്റ്റാറ്റസ് ഉണ്ടാവും, അവർക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളുടെ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഒരു പ്രായമുള്ള ഒരാൾക്ക് ഈ കാർഡിയോളജിസ്റ്റിന്റെ കൺസൾട്ടേഷൻ വേണ്ടി വരും, ചിലപ്പോൾ ഗ്യാസ്ട്രോ വേണ്ടി വരും, വേറെ പല കാര്യങ്ങളും വേണ്ടി വരും. ഈ കോസ്റ്റ് ഫാക്ടർ വ്യത്യാസമായിരിക്കും. അവിടെ ഏകീകൃതമായ ഒരു റേറ്റ് അവിടെ എഴുതി പ്രദർശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ അല്ല. അതാണ് അങ്ങനെ വരുമ്പോ അടുത്തൊരു പോയിന്റ് കൂടി, അതിന്റെ അടുത്തൊരു പോയിന്റും കൂടി ഉള്ളത് നേരത്തെ അവിടെ ചൂണ്ടിക്കാണിച്ചു. അതായത് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം പറയുന്നത് നിങ്ങൾ എഴുതി പ്രദർശിപ്പിക്കുന്ന റേറ്റിന്റെ 1 പൈസ കൂടുതൽ വാങ്ങിച്ചാൽ ദാറ്റ് ഈസ് ആക്ഷനബിൾ. അങ്ങനെ വരുമ്പോ സ്വാഭാവികമായിട്ടും ഹോസ്പിറ്റൽസ് ഡിഫെൻസീവ് എന്താ ചെയ്യുക? ഏറ്റവും ടോപ്പ് റേറ്റിൽ ഇടും. അതാർക്കാ ഗുണം ചെയ്യുന്നത്? അതാർക്കും ഗുണം ചെയ്യില്ല. അല്ല, തെറ്റ്. ഡിസ്കൗണ്ട് ഇട്ടിട്ട് കൊടുക്കും. അത് മാനേജ്മെന്റിനും ഗുണം ചെയ്യുന്നില്ല. അപ്പൊ ഇത് പ്രശ്നം എന്താന്ന് വെച്ചാ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് IMAയും KPH ഒക്കെ പറഞ്ഞൊരു പരിഹാരമുണ്ട്. ഓരോ രോഗിക്കും അവരുടെ അസുഖമായിട്ട് വരുമ്പോ അതിന് കൗൺസിലിംഗ് കൊടുക്കുക. എന്തും നിങ്ങൾക്ക് ചെലവ് വരും, അതിനുള്ള ലിസ്റ്റുകൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നതും ഒരു ത്രെഡ് ഇടേണ്ടി വന്നാൽ അതിനിടുന്നതിനും ഒക്കെ കൃത്യമായിട്ടില്ല. അത്തരം കാര്യങ്ങൾക്ക് തുല്യമായിട്ടും വ്യത്യാസം വരുന്നത് വ്യത്യാസമായിട്ട് രേഖപ്പെടുത്തിയാൽ പോരെ? അത് സാധാരണക്കാർക്ക് പ്രയോജനപ്പെടുന്ന ഒരു കാര്യമല്ലേ? നിർബന്ധമായിട്ട് ചെയ്തേ പറ്റൂ. ഞാനത് താല്പര്യം അറിഞ്ഞ് ഹൈക്കോടതി സാധാരണ ICUന്റെ അടുത്തേക്ക് കാണാൻ സമ്മതിക്കില്ല. ICUന്റെ അടുത്തേക്ക് സാധാരണക്കാരായ ഒരാളെ പക്ഷേ വീഡിയോ ചാരിറ്റി ചെയ്യാൻ വേണ്ടിട്ട് വരുന്ന ആൾക്കാരെ ഈ വലിയ വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റലിന്റെ ഉള്ളിലേക്ക് കയറ്റി വിടുകയാണ്, ഓക്സിജൻ സിലിണ്ടറും മറ്റും വെച്ചിട്ട്. എന്നാൽ സാധാരണക്കാരന് 1 മിനിറ്റ് ഒന്ന് കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ സമ്മതിക്കുന്നില്ല. അതുപോലെ തന്നെ വ്യത്യാസം ഉണ്ടെങ്കിൽ വ്യത്യാസമായിട്ട് പണം ഇത് കാണിക്കട്ടെ എന്ന്. ഇപ്പോൾ കൃത്യമായിട്ട് എല്ലാ കാര്യത്തിനും ഒരുപോലെ അല്ല. കുട്ടികളുടെ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനോ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാനോ വ്യത്യാസമുണ്ട്. വലിയവർക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരേ ബ്ലഡ് റിലേഷനിൽ വരുന്നവർക്ക് ഒരു ഇഞ്ചക്ഷൻ്റെ മറ്റ് ചിലവുകൾക്ക് അധികമുണ്ട്. അതൊക്കെ പ്രത്യേകമായിട്ട് പൊറോട്ടയ്ക്കും ദോശയ്ക്കും ഇടിയപ്പത്തിനും ഒക്കെ ഇടുന്നില്ലേ, അതുപോലെ ഇടണമെന്നാണ് പറയുന്നത് ഞങ്ങൾ സാധാരണക്കാരുടെ അഭിപ്രായം. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ കണ്ടുപിടിക്കുന്ന ആൾക്ക് ഈ പറഞ്ഞ ടെസ്റ്റുകൾ, ഈവൻ ഞാൻ CT എഴുതിയാൽ പോലും CT കാണാത്ത കാര്യങ്ങളുണ്ട്, MRI എഴുതിയ MRI കാണാത്ത കാര്യങ്ങളുണ്ട്. അപ്പം എന്താ പ്രശ്നം? ഞാൻ മിസ് ചെയ്ത തന്നെ പ്രശ്നം വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പേഷ്യൻ്റ്, ഇപ്പൊ മെഡിക്കൽ കോളേജിൽ ഇതേ പ്രശ്നം നടന്ന് നമ്മൾ വരുന്ന പേഷ്യനോട് പറഞ്ഞ് 40,000 റുപ്പീസ് ഉള്ളൂ എന്ന് പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ കോസ്റ്റ് കൗൺസിലിംഗ് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ഇല്ലായിരുന്നു. ഇപ്പൊ അടുത്ത് തുടങ്ങി. കാരണം ഈ പേഷ്യന്റ് 40,000 രൂപ ഉള്ളൂ എന്ന് വീട്ടിൽ പോയി പറയും. വീട്ടിൽ പോയി പറഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്ക് നാട്ടുകാർ നല്ല പിരിവെടുക്കും. നമ്മളെ പലപ്പോഴും ജനമാണ് ഒരുപാട് സഹായിക്കുന്നത്. ഈ 40,000 കഴിഞ്ഞ് ഇവിടെ വരുമ്പോഴത്തേക്ക് ബില്ല് കൂടും, ചിലപ്പോൾ മരുന്ന് മാറിയിട്ടുണ്ടാവും, ICU ആൽബുമിൻ കൊടുക്കേണ്ടി വരും, പല രീതിയിൽ മാറും. അപ്പോൾ ജനത്തിന് ഉടനെ തന്നെ രോഷം വരികയാണ്, നിങ്ങൾ എന്തോ തട്ടിപ്പ് കാണിക്കുന്നുണ്ട്, നിങ്ങൾ നമ്മുടെ പൈസ എടുത്തു വാങ്ങണം. അതുകൊണ്ടാണ് കോസ്റ്റ് കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ഒരു മിനിറ്റ് നമ്മുടെ ഭാഗം ഒന്ന് കേക്ക് സാർ. ഇത് മുതലെടുക്കുന്ന ആൾക്കാരുണ്ട്, സാർ പറഞ്ഞ മുതലെടുക്കുന്ന ആൾക്കാരുണ്ട്. കോസ്റ്റ് കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്പെറന്റ് ആക്കണം എന്നുള്ള ലോ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ട് അതിന് ലിറ്റിഗേഷൻ വെച്ചാൽ മാത്രം മതി. കോസ്റ്റ് കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്പെറന്റ്, അത് പറഞ്ഞതിന് മേളിലാണ് പറഞ്ഞാൽ ഓക്കെ. ഈ കുത്തകവൽക്കരണം അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മേഖലയിലുള്ള കുത്തകവൽക്കരണം അവരെ ബാധിക്കുന്നതിനെ കുറിച്ചാണ്. കേരളത്തിലെ പൊതുജനങ്ങൾ ആയുർവേദത്തിനെ അതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതും അറിയാം. കാരണം ഇവിടുത്തെ വലിയൊരു സമൂഹം ആൾക്കാർ ആയുർവേദവും ഒരു ചികിത്സാ പദ്ധതിയായി അംഗീകരിച്ചുകൊണ്ട് അതിന്റെ ഗുണം പറ്റുന്നവരാണ്. അപ്പൊ ഈ കുത്തകവൽക്കരണം ആദ്യമേ ചെയ്യുന്നത് തന്നെ ഇതുപോലെയുള്ള വഴിതിരിഞ്ഞ് ആയുർവേദത്തിലേക്ക് പോകണമെന്നാണ് പറയുന്നത് സാറേ. പിന്നെ ഇതും എല്ലാവരും അറിയേണ്ട ഒരു കാര്യമല്ലേ സാറേ? കാരണം ഇവിടെ കുത്തകവൽക്കരണം കാരണം മറ്റുള്ളവർക്കും ഇത് ബാധിക്കപ്പെടുന്നുണ്ട്. കാരണം അവർ ആയുർവേദം പോലുള്ള ഒരു ചികിത്സാ സമ്പ്രദായത്തെ അത് മുളയിലെ അത് ഇല്ലാതാക്കുന്ന രീതിയിലുള്ള സമീപനങ്ങളാണ് അവർ നടത്തുന്നത്. കാരണം അവർക്ക് പ്രിവെന്റീവ് ആസ്പെക്ട് എന്ന് പറഞ്ഞ, അതായത് ഒരു രോഗം വരാതിരിക്കാനുള്ള കാരണങ്ങളെ സാധ്യതകളെ കുറിച്ച് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ആയുർവേദം എന്ന ശാസ്ത്രം അവര് ഒരു സ്യൂഡോ സയൻസ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ ശ്രമിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ 95% ഓഫ് ഡെത്ത് ഇൻ കേരള ആർ ഡ്യൂ ടു നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്. ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ആയുർവേദമാണ്. അവിടെ ആയുർവേദത്തെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ കുത്തകകൾ ഇവിടെ ഓരോ അവരുടെ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സാർ, അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഞാൻ ഈ ഒരു വേദിയിൽ അത് പറയാൻ ശ്രമിക്കുന്നത്. ഇപ്പം എന്റെ അടുത്തിരിക്കുന്ന ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു ലീഡ് സർജൻ ആണ് ഡോക്ടർ ഹഫീസ്. അപ്പം ഞാൻ ഇൻഷുറൻസ് കമ്പനിയെ പ്രതിനിധീകരിച്ച് ഒരു 600-700 ഹോസ്പിറ്റലിന് കേസ് മാനേജ്മെന്റ് ചെയ്തിട്ടുണ്ട്. എവിടെയാണ് എക്സോർബിറ്റന്റ് ചാർജ്, വൈ ദിസ് ഡോക്ടർ ഈസ് ചാർജിങ് എക്സോർബിറ്റന്റ്. അതിൽ ഡോക്ടർ ഹഫീസിനെ നേരിൽ കണ്ട് ഞാൻ ചോദിച്ചു, സർ എന്താണ് ഈ കോസ്റ്റ് ഇങ്ങനെയാവുന്നത്? അപ്പം എൻ്റെ അടുത്ത് സർ പറഞ്ഞത്, ഞാൻ ചെയ്യുന്ന മെജോറിറ്റി കേസസ് എല്ലാം ക്രിട്ടിക്കലാണ്, അതിന് നോർമലായിട്ടൊരു സമയത്തെ
മാസത്തെക്കാട്ടിൽ കൂടുതൽ എടുക്കും. പിന്നെ വേറെ ഈ ഇൻഷുറൻസ് കമ്പനി ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അഡീഷണൽ കൺസ്യൂമബിൾസിന്റെ കോസ്റ്റ്. ഇപ്പൊ ഇൻഷുറൻസ് കമ്പനി ഒരു 50,000 60,000 അവരുടെ പോളിസി അനുസരിച്ച് പേ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇന്നാൻഡ് അഡീഷണൽ സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ പേ ചെയ്തേണ്ടത് 20,000 rupees. ദാറ്റ് എമൗണ്ട് ഇസ് വെരി ബിഗ്. അതിനകത്ത് അവർ കാണിച്ചേക്കുന്നത് അൺവാണ്ടഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് ആണ്. അതൊരു സാധാരണക്കാരന് താങ്ങാൻ വളരെ ഈ ബുദ്ധിമുട്ട്. ആശുപത്രിക്കാരും ഇൻഷുറൻസ് കമ്പനിക്കാരും ഒരു തട്ടിപ്പ് സംഘമായിട്ട് വർക്ക് ചെയ്യൂ? അങ്ങനെയൊന്നുമില്ല സർ. അല്ല സാറേ, ഇൻഷുറൻസുകാര് എനിക്ക് തോന്നുന്നു കേരളത്തിൽ എല്ലാവരും ഇൻഷുറൻസ് എടുക്കണം. അതിപ്പോ നമ്മള് ഗവൺമെന്റ് ബസ്സിൽ ഫീമെയിൽസിനെല്ലാം ഫ്രീ ആയിട്ട് റൈഡ് കൊടുക്കുന്ന പോലെ തന്നെ കേരളത്തിലെ എല്ലാവർക്കും ഗവൺമെന്റ് ഇടപെട്ട് ഒരു ഇൻഷുറൻസ് എടുക്കും. അതിന്റെ പ്രീമിയം ആര് പേ ചെയ്യും? പ്രീമിയം നമ്മൾ ഒരു മിനിറ്റ്, പ്രീമിയത്തിന്റെ ഒരു എമൗണ്ട് ജനങ്ങൾ പേ ചെയ്യണം. അക്ഷയ ഉണ്ടല്ലോ, അക്ഷയ വഴി ഒരു പ്രീമിയം പേ ചെയ്യണം. എന്നിട്ട് മേക്ക് ഷുവർ ദാറ്റ് ഈ റെഗുലേറ്ററി കമ്മിറ്റി ഈ മനുഷ്യർക്ക് ഈ പറയുന്ന ഇൻഷുറൻസ് കിട്ടുന്നുണ്ടെന്നുള്ളത്. അങ്ങനെ അല്ലാതെ ഭാവിയിലോട്ട് രാജ്യത്ത് 100% ഇൻഷുറൻസ് ആണ്. 100% ഇൻഷുറൻസ് ആണ്. ആ രാജ്യം നമുക്ക് വലിയ താല്പര്യമാണ്. മുഴുവൻ ആൾക്കാരും അവിടെ അല്ല, സോഷ്യൽ സെക്യൂരിറ്റി എനിക്കറിയാം. അല്ലാതെ മുമ്പോട്ട് പോയാല് ഇപ്പൊ ഇംഗ്ലണ്ടില് നമ്മള് നല്ല രാജ്യങ്ങൾ എന്ന് പറയുന്ന ഇംഗ്ലണ്ടില് ഒരു അപ്പൻഡിസെക്ടമി ചെയ്യണമെങ്കിൽ ക്രോണിക് ആണെങ്കിൽ 3-4 ആഴ്ച വെയിറ്റ് ചെയ്യണം. അമേരിക്കയിലാണെങ്കിൽ ഒരു നടുവേദനയായിട്ട് ചെന്ന ഒരു ഡോക്ടറെ കാണണമെങ്കിൽ 1 മാസം വെയിറ്റ് ചെയ്യണം. അതേസമയം എന്റെ തൊടുപുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നാൽ 10 മിനിറ്റിനകം ആശുപത്രിയിലെത്തും. 1 മണിക്കൂറിനകം ആൻജിയോഗ്രാം ചെയ്യും. ഡോക്ടർ എന്താ പറയുക? 4 മാസം വെയിറ്റ് ചെയ്ത് ആള് ബാക്കിയാണോ? ഇല്ല, ഞാൻ പറഞ്ഞ ഫെസിലിറ്റിയാ പറഞ്ഞത്. ഞാൻ പറഞ്ഞ ഫെസിലിറ്റി. അപ്പൊ കോർപ്പറേറ്റ്സ് വരുന്നത് നമുക്ക് ഫെസിലിറ്റി കൂടുതൽ കിട്ടുന്നത് നല്ലതാണ്. ഏറ്റവും നല്ലതാണ്. ഏറ്റവും നല്ല ഫെസിലിറ്റീസ് നമ്മുടെ അടുത്ത് കിട്ടുന്നത്. പക്ഷെ അതിനൊരു കോസ്റ്റ് ഉണ്ട്. ആ കോസ്റ്റ് ജനങ്ങൾ തന്നെ നമ്മളൊരു റെഗുലേറ്ററി ബോഡി വെച്ച് ഒരു ഇൻഷുറൻസ് ഉണ്ടാക്കണം. ഇപ്പൊ IMA ഒരു സ്കീമുണ്ട്. നിങ്ങൾ വിശ്വസിക്കുമോന്ന് അറിയില്ല. ഞാൻ ഇന്ന് മരിച്ചു പോയാൽ എന്റെ വീട്ടില് നാളെ കഴിഞ്ഞ് അല്ലേ സാറേ 75 ലക്ഷം രൂപ കൊണ്ട് കൊടുക്കും. ഡോക്ടർമാർക്ക് മാത്രമേ ഉള്ളൂ. മാത്രമേ ഉള്ളൂ. അതുപോലത്തെ സ്കീമുകൾ ഗവൺമെന്റ് തുടങ്ങി. നഴ്സുമാർ സംഘടനപ്പെട്ട ഒരാൾ മരണപ്പെട്ടാൽ 75 കൊടുക്കില്ല, 5 ലക്ഷം റുപ്യ ആത്മഹത്യ ഒഴിക്കുക. ഞങ്ങൾക്ക് അത്രേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിനൊരു കാര്യം എന്താ വെച്ചാല് യഥാർത്ഥത്തിൽ എസ്കെൻ ഒരുപാട് കാലിക പ്രസക്തമായ കാര്യങ്ങൾ ചർച്ച ചെയ്യും. ഏറ്റവും നല്ല പാനലിനെ വിളിക്കും. യഥാർത്ഥത്തില് ഇപ്പൊ ഇവിടെ ഗവൺമെന്റ് ഒരു നിയമം പാസ്സാക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ ഗവൺമെന്റ് അതിന് ഇനിഷ്യേഷൻ ഒക്കെ എടുക്കാറുണ്ട്. ആരെ എതിർക്കാറ്? ഈ കൂട്ടത്തിലിരിക്കുന്ന ആൾക്കാരുടെ സംഘടന എതിർക്കുക. അതായത് ഇവർ തന്നെ സമ്മതിച്ചാൽ ഇവിടെ എല്ലാ നിയമങ്ങളും പാസ്സാവും. ഇത് ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇവിടെ വന്ന് പറയും അതാക്കാം ഇതാക്കാം. ശരിക്കും സർക്കാർ ഒന്ന് വിളിച്ച് നടപ്പിലാക്കി ഇവിടെ അപ്പൊ ഒരു കോടതി പോകും. അപ്പൊ ഈ പറഞ്ഞ ജാസ്മിൻ ഷാ, നാളെ നമ്മൾ ആരോഗ്യ വകുപ്പ് മന്ത്രി കെ മുരളീധരനെ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. അദ്ദേഹത്തിന് ഇതിലേക്ക് ക്ഷണിച്ചിരുന്നു. അപ്പൊ ബജറ്റ് വരുന്ന കാരണം അദ്ദേഹത്തിന് ഇതിൽ പങ്കെടുക്കാൻ പറ്റില്ല. നമുക്ക് മനസ്സിലാവുന്നു. അപ്പൊ അദ്ദേഹം മാത്രമല്ല, അദ്ദേഹം ഈ കോഴിക്കോട്ടെ ചില സംഭവങ്ങളിലൊക്കെ അദ്ദേഹം ഇത്തിരി ഖിന്നനാണ്. അപ്പൊ അദ്ദേഹത്തിന് ഖിന്നത മാറി അദ്ദേഹം നേരിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ വരുമ്പോ നമ്മളിത് പറയും. പറയുമ്പോ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും എതിർക്കുമെന്നാണോ താങ്കൾ? തീർച്ചയായിട്ടും അവരും അവരുടെ സംഘടന എതിർക്കും. അവിടെയാണ് ഇതിന്റെ പ്രശ്നം. അവര് ഇതിനോടനുബന്ധിച്ച് വന്ന് അതിന് കൃത്യമായിട്ടുള്ളൊരു മാനദണ്ഡം കൊണ്ടുവന്ന് ഇത് കാരണം ഇവർക്കൊക്കെ കൃത്യമായ പ്രപ്പോസൽ പറയാൻ അറിയാവുന്നവരും അത് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ അറിയുന്നവരാണ്. അപ്പൊ കൃത്യമായിട്ട് നടപ്പിലാക്കണമെങ്കിൽ സർക്കാർ തീരുമാനത്തിൽ അതിനെ പിന്തുണച്ചാൽ മതി. ഇത് മറിച്ച് ഇവർ പറയും അപ്പൊ സർക്കാർ എങ്ങനെ നടപടിയുമായിട്ട് വന്നാൽ ഇവര് ടാങ്ക് വയ്ക്കുമെന്നാണോ താങ്കൾ പറയുന്നത്? 100% ഡോക്ടറെ ഒരിക്കലും ടാങ്ക് വയ്ക്കും നിങ്ങൾ? ഞങ്ങളെ കേൾക്കാതെ എനിക്കറിയാം. KPH കേരളത്തിലെ പ്രൈവറ്റ് മേഖലയിലുള്ള ആശുപത്രികളുടെ കാര്യങ്ങൾ നോക്കുന്നതാണ്. IMA അതുപോലെ തന്നെ ഉണ്ട്, QPMP ഉണ്ട്, മറ്റുള്ള സംഘടനകളൊക്കെ. അവിടെ ആ ഹോസ്പിറ്റൽ മേഖലയിൽ ഉള്ള കാര്യങ്ങൾ ഞങ്ങളുമായി ചർച്ച ചെയ്ത് സമവായത്തിലൊരു ഇത് കൊണ്ടുവരുന്നതിന് നമുക്കെതിരില്ല. അടിച്ചേൽപ്പിക്കാൻ നോക്കുമ്പോഴോ തെറ്റായ രീതിയിൽ പോകുമ്പോഴാണ് പ്രശ്നം വരുന്നത്. നാട്ടിലുള്ള ഞങ്ങളെ വിളിക്കാറില്ല. ഇല്ല, ചെറുകിട ആശുപത്രി ആരും മൈൻഡ് ചെയ്തു. ആരും ആർക്കും വേണ്ടാത്തൊരു സംഘടന. ചെറുകിട ആശുപത്രി എന്ന് പറഞ്ഞാൽ ആർക്ക് വേണം? ഒന്നും വേണ്ട. രോഗികൾക്ക് വേണ്ടേ ഡോക്ടർ? രോഗികൾക്ക് അവരെ വേണം. പക്ഷെ രോഗികൾക്ക് ആരോഗ്യമന്ത്രിയോട് എല്ലാവരും വിളിക്കാൻ പറഞ്ഞാൽ ആരും അവോയ്ഡ് ചെയ്യാതെ എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് ജനങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് പരിഗണിക്കേണ്ട ഒരു വിഷയമായിട്ട് അവതരിപ്പിച്ചാൽ മതി. സാറേ, ഞാന് ഡയബറ്റിക് വൂണ്ട് ചെയ്യുമ്പം കഴിഞ്ഞ 8 മാസമായിട്ട് ലിനസോളിഡ് എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്. ലിനസോളിഡ് വളരെ നല്ലതാണ് ഈ കാല് പഴുക്കുന്നതിനൊക്കെ ഉള്ളത്. എൻ്റെ ആശുപത്രിയിൽ അത് 6 മാസമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല. കാരണം
എനിക്ക് കിട്ടുന്ന കൾച്ചറിൽ ലിനിസോളിൽ ഇപ്പൊ റെസിസ്റ്റന്റ് ആണ്. ഞാൻ ഉപയോഗിച്ച് റെസിസ്റ്റന്റ് ആയതായിരിക്കാം, കമ്മ്യൂണിറ്റി അക്വയർഡ് റെസിസ്റ്റൻസ് ആയിരിക്കാം. ഞാനിപ്പോ 6 മാസം നിർത്തിക്കഴിഞ്ഞപ്പോൾ ഇപ്പൊ കിട്ടുന്ന കൾച്ചർ റിപ്പോർട്ടുകളിൽ ഇപ്പൊ ലിനിസോളിഡ് സെൻസിറ്റീവ് ആയിട്ട് വരുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ആശുപത്രികൾ എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. 24 hours വർക്ക് ചെയ്യുന്ന എത്ര സ്ഥാപനങ്ങളുണ്ട് കേരളത്തിൽ? അതുകൊണ്ട് 24 hours നോൺ സ്റ്റോപ്പ്. ആന്റിബയോട്ടിക് റെസിസ്റ്റൻസില് നമുക്ക് എല്ലാവർക്കും പങ്കുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാ പലപ്പോഴും ഡോക്ടർ 5 ദിവസം എഴുതി ആ ചീട്ടുമായിട്ട് 2ാം പ്രാവശ്യം വേറെ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ വീണ്ടും പോയി ഒരു ചെക്കപ്പും ഇല്ലാതെ നമ്മൾ വാങ്ങിച്ചു കഴിക്കുന്നുണ്ട്. സിംറ്റംസ് ഞാനങ്ങ് നിശ്ചയിച്ചു, എന്റെ അതേ രോഗമാണ്, പോകുന്നു ഈ പ്രിസ്ക്രിപ്ഷൻ തന്നെ കൊടുക്കുന്ന ഈ ആന്റിബയോട്ടിക് ഓവർ ദ കൗണ്ടർ അങ്ങോട്ട് ഞാൻ വാങ്ങിക്കണം, വാങ്ങിച്ചങ്ങ് കഴിക്കുകയാണ്. അതില് എനിക്കതായിരിക്കില്ല എന്റെ അസുഖത്തിന്, എന്റെ അസുഖം ഡയഗ്നോസ് ചെയ്യാൻ എനിക്കറിയോ? ഇല്ല, അതൊരു ഡോക്ടർക്കേ കഴിയില്ല. ആ ഡോക്ടർ ഡയഗ്നോസ് ചെയ്ത് അതിന് ഇന്ന മരുന്നാണെന്ന് സാറ് പറഞ്ഞ പോലെ ഈ ലിനസോളിഡ് ഇതേപോലെ എന്തുകൊണ്ടായിരിക്കും റെസിസ്റ്റന്റ് ആയത്? ആ പേഷ്യൻസ് കമ്മ്യൂണിറ്റി അക്വയർഡ് ആവാം. ഇത് ഈ ഒരു റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ടാക്കുന്നതിന്റെ മൂല കാരണം എന്ന് പറയുന്നത് നമ്മൾ കോമൺ പീപ്പിൾ തന്നെയാണ്. ഒരു പേഷ്യന്റ് വരുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിരിക്കും, രണ്ടാമത്തെ ഒരാള് വൈറൽ ഇൻഫെക്ഷൻ ആണ്. അവിടെ ആന്റിബയോട്ടിക് ഒരു കാര്യമില്ല. ഓരോ ചികിത്സകർക്കും അവരുടേതായ വിവേചനാധികാരമാണ്. ഏതാണ് ഡോസ്, ഏതാണ് ഓവർ ഡോസ്, അതിന് ഇന്ററപ്റ്റ് ചെയ്യാൻ വേറെ ആർക്കും സാധിക്കൂല എന്നുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഒരാൾ കുറിച്ചത് കൂടുതലാണെന്നോ കുറവാണെന്നോ മറ്റൊരാൾക്ക് പറയാൻ പറ്റൂല. പക്ഷേ എന്താണ്, ടോട്ടലി നോക്കിയാൽ ഇത് ശരീരത്തിന് ഹാംഫുൾ ആണ്, അല്ലെങ്കിൽ ഇത് അപകടമാണ് എന്നൊരു കൺക്ലൂഷനിലേക്ക് എന്തായാലും എല്ലാവരും എത്തുന്നുണ്ടല്ലോ. അപ്പോ മറ്റൊരു കാര്യം ഗവൺമെന്റ് ബിരിയാണി വളരെ അപകടകരമാണ്. കാരണം നമുക്ക് കൊളസ്ട്രോൾ കൂടും, അതുകൊണ്ട് നമ്മൾ ബിരിയാണി കഴിക്കരുത് എന്ന് പറയുന്നത് പോലെ ഉള്ളൂ. അസുഖം വരുമ്പോൾ മരുന്ന് കഴിക്കരുതെന്ന് പറയുന്നത്. മരുന്ന് കഴിക്കുന്നത് നമ്മുടെ അസുഖം മാറിയിട്ട് നമുക്ക് ജീവിക്കാൻ വേണ്ടി. വളരെ വലിയൊരു മിത്ത് ബസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കാം. എല്ലാ ഡോക്ടർമാർ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് പറയാണ്, അലോപ്പതി ഈസ് ബേസ്ഡ് ഓൺ എവിഡൻസ്. ഒരുപാട് വർഷം 60 years എന്നെ പറഞ്ഞുതരാം. ഇപ്പൊ കോവിഡ് വാക്സിൻ വന്നു, പറഞ്ഞിറങ്ങട്ടെ അത് തന്നെ അതിലേക്ക് വരുന്നത്. ഈ വാക്സിൻ ഇപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആ റൈറ്റ് വിംഗ് ഗവൺമെന്റ് പറഞ്ഞു വാക്സിൻ എടുക്കാൻ പാടില്ലാന്ന്. നിങ്ങൾ പറയുന്ന ഒരുപാട് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഇന്ന് ഇന്ത്യയിൽ ഇല്ലാത്തത്, മോർട്ടാലിറ്റി റേറ്റ് കുറഞ്ഞൊക്കെ അലോപ്പതിന്റെ കോൺട്രിബ്യൂഷൻ കാരണമാണ്. അലോപ്പതി കാരണമാണ് ഇന്ന് സ്മോൾ പോക്സ് ഇല്ലാത്തത്, ഇന്ന് മീസിൽസ് എപ്പിഡമിക് ഇല്ലാതെ മക്കളെ കുഞ്ഞു മക്കൾ മരിച്ചില്ലാത്ത കാരണം. ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾ ഇറ്റ്സ് കോൾഡ് ട്രേഡ് ഓഫ്. ഒരു ട്രേഡ് ഓഫ് എന്ന് പറയും. പോളിയോ, പ്രസിഡന്റുമാരെ പോളിയോ ബാധിച്ച് കിടന്നിട്ടുണ്ട്. നിങ്ങൾ പറയുന്നോ ഇപ്പൊ നമ്മൾ എവിഡൻസ് പറയട്ടെ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ എന്ന് പറയും. മനസ്സിലായി? ഒരു ഡോക്ടറെ സംബന്ധിച്ചോളം സ്റ്റാറ്റിസ്റ്റിക്കൽ നിങ്ങൾക്ക് 100,000 ആൾക്കാർ രക്ഷിക്കണോ 10 ആളെ രക്ഷിക്കണോ വെച്ചാൽ ഞാൻ ഡോക്ടർ പറഞ്ഞ 100,000 ആളെ രക്ഷിക്കാൻ നോക്കും. അതൊരു എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ പ്രാക്ടീഷണറിന് റൈറ്റ് ആണ്. അപ്പൊ എന്താ ചെയ്യുന്ന അറിയോ? ഇന്ന് സ്മോൾ പോക്സ് ഇല്ല, പോളിയോ ഇല്ല, പണ്ടത്തെ ഇന്ത്യ അല്ല. നിങ്ങൾ ഇത്ര വലിയ പോപ്പുലേഷൻ യു ക്യാൻ സ്പീക്ക് ബേസ്ഡ് ഓൺ ഫാക്ട്സ്. നിങ്ങൾ ഇമോഷൻ ബേസ് സംസാരിക്കില്ല. ഡോക്ടേഴ്സ് 10-15 കൊല്ലം ഈ ഡിഗ്രി പഠിക്കുന്നത് ഈ ഒരു സയൻസ്. ദൈവം സൃഷ്ടിച്ച ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അത് നമ്മളാണ്. മനസ്സിലായി? ഈ മനുഷ്യൻ എന്നൊരു സാധനം ദൈവം സൃഷ്ടിച്ച വണ്ടിയൊക്കെ നമ്മളുണ്ടാക്കുന്നത്. ഞാൻ പറയാം, അതിലേക്ക് വരട്ടെ, ഞാൻ പറയട്ടെ. അതിന്റെ പറയാം, ആ ദൈവം സൃഷ്ടിച്ച സാധനത്തിനെ പോയി പഠിച്ചെടുത്തിട്ട് നമ്മളൊരു പരിഹാരം ഉണ്ടാക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മൾ. അപ്പൊ നമ്മൾ സയൻസ് ഈ എൻട്രൻസ് എക്സാം ഇരുന്ന് ലക്ഷങ്ങൾ എഴുതുന്നത് എന്തിനാ അറിയോ? ടു ഗെറ്റ് ഇൻസൈഡ് ദാറ്റ്. ആ സിസ്റ്റത്തിൽ കയറാൻ MBBS കഴിഞ്ഞ് MD ചെയ്യണം, DM ചെയ്യണം, ഫെലോഷിപ്പ് ചെയ്യണം. 15 കൊല്ലം ഡോക്ടർമാർ വർക്ക് ചെയ്ത് വരുന്നത്. അപ്പൊ സയൻസിന്റെ കാര്യത്തിൽ വരുമ്പോൾ യു ക്യാൻ കം ടു അസ് ബട്ട് വിത്ത് എവിഡൻസ്. അത് മാത്രം നമ്മൾ പറയുന്നുള്ളൂ. ഒരു രോഗഭയം ഇല്ലാത്തൊരു സമൂഹത്തെ എങ്ങനെ വാർത്തെടുക്കാം, നമ്മുടെ ലക്ഷ്യം. ചൂഷണം ചെയ്യപ്പെടാൻ പാടില്ല. ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു രോഗഭയമുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് പരിഹാരം എന്താന്നുള്ളിടത്താണ് നമ്മൾ പോകുന്നത്. രോഗഭയം ഉന്മൂലനം ചെയ്യാൻ താങ്കളുടെ കുറുക്ക് വഴി എന്താ? ഒറ്റമൂലി അദ്ദേഹം പറഞ്ഞതാണ് പോയിന്റ്. ഡോക്ടർ ഫസൽ ഗഫൂറിന്റെ മകൻ അദ്ദേഹം പറഞ്ഞ അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് ആണ്, മനുഷ്യ നിർമ്മിത സാധനമല്ല ഈ ശരീരം. നമ്മൾ ഉണ്ടാക്കുന്ന കാറും മറ്റു വാഹനങ്ങളും ഒക്കെ മനുഷ്യനുണ്ടാക്കുന്നതാ. മനുഷ്യനുണ്ടാക്കുന്ന വിഷയത്തിന്റെ മാനുവലും കാര്യങ്ങളും കൃത്യമായി നിർവചിക്കാൻ മനുഷ്യന് സാധിക്കും. അത് കംപ്ലൈന്റ് വന്നാൽ കൃത്യമായി ഇന്ന പ്രശ്നമാണെന്ന് പറയാനും സാധിക്കും. പക്ഷേ ദൈവ സൃഷ്ടിയായ ഈ ശരീരം അല്ലെങ്കിൽ ഈ പ്രകൃതി, ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഓരോ മനുഷ്യനും യുണീക്കാണ്, ഓരോ മനുഷ്യനും വ്യത്യസ്തനാണ്. മരണത്തെ തടയാൻ ലോകത്ത് ഇന്ന് വരെ ഒരു സംവിധാനവും കണ്ടെത്തിയിട്ടില്ല. ഈ ഒരു തിരിച്ചറിവ് അങ്ങനെ പറയുന്നു. അത് എത്ര നാളായിട്ട് അങ്ങനെ പറയാം. ഞാൻ ചോദിക്കട്ടെ, താങ്കളുടെ അക്യൂപങ്ക്ചർ ക്ലച്ച് പിടിച്ചോ കേരളത്തിൽ?
അക്യുപങ്ചർ ചികിത്സകർക്ക് സ്വാഭാവികമായിട്ട് ഇത്രയധികം ഇൻവെസ്റ്റ്മെന്റുകളോ അല്ലെങ്കിൽ ഇത്രയധികം ചെലവുകളോ വരാത്തത് കൊണ്ട് നമ്മളിലേക്ക് ഒരുപാട് ആളുകൾ കുത്തി ഒഴുകി വരണം നമുക്കില്ല. മനുഷ്യ അലോപ്പതിയുടെ നിലപാട് എന്തോ ഇതിനോട്, എന്താണ് അക്യുപങ്ചറിനോട്? അതാ ഓരോ വ്യക്തികൾക്കും വ്യത്യാസം. ഒരുപാട് അലോപ്പതി ഡോക്ടേഴ്സ് അക്യുപങ്ചർ ചികിത്സയിലുണ്ട്. അതുകൊണ്ട് മരുന്ന് കഴിക്കരുതാണോ പറയുന്നത്? മരുന്ന് കഴിക്കാതെ ജീവിക്കാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് അതിനുള്ള ഫ്രീഡം ഉണ്ട്. മരുന്ന് കഴിക്കാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം. നമ്മുടെ പക്ഷേ താങ്കള് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കരുത്. എന്താ പറഞ്ഞു? രോഗമുള്ള ആളുകൾ ഇപ്പം ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ, ക്വാളിഫൈഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ഒരു മരുന്ന് എഴുതിയാൽ ആ മരുന്ന് കഴിക്കേണ്ടെന്നൊരു പ്രചാര വേല ഒരു മാധ്യമത്തോട് ചെയ്യാൻ പാടില്ല. ഇല്ല, തീർച്ചയായിട്ടും അങ്ങനെയല്ല. ഞാൻ പറഞ്ഞല്ലോ, ജനവിരോധം ഏറ്റുവാങ്ങി. ഞാൻ പറഞ്ഞത് ഈ ഡോക്ടേഴ്സിന്റെ അടുക്കിലേക്ക് പോകുന്ന പേഷ്യൻസ് അവരനുഭവിക്കുന്ന കാര്യങ്ങൾക്ക് ഇവരല്ല റെസ്പോൺസിബിൾ. ആ പോകുന്ന പേഷ്യന്റ് ആണ്. എന്തുകൊണ്ട്? ആ വിഷയത്തിലുള്ള അവബോധം അവർക്ക് അങ്ങനെ ഉള്ളത് കൊണ്ട്. അതുകൊണ്ട് പേഷ്യൻസ് എന്ത് ചെയ്യാൻ പാടില്ല, ഇവരുടെ മെക്കിട്ട് കയറാൻ പാടില്ല. കാരണം അവരുടെ വിവേചനാധികാര പ്രകാരമാണ് അവർ അങ്ങോട്ട് ചെന്നത്. അതുകൊണ്ട് ഹോളിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ച്, അങ്ങനെ ചികിത്സ സ്വീകരിക്കണം എന്നുള്ളവർ ആ വിഷയത്തിൽ ബോധവാന്മാർ സ്വയമേ ആകണം. അറിവില്ലായ്മ നമുക്ക് ഒരു കുറ്റമല്ല. പക്ഷെ അറിവുണ്ടായിട്ട് നമുക്ക് പൈസ ഇല്ലാത്തത് കൊണ്ട് കൊച്ചിന്റെ വയറ്റുവേദന വീട്ടിൽ വെച്ച് ചികിത്സിച്ചിട്ട് ആ വയറിനകത്ത് അപ്പൻഡിക്സ് പൊട്ടിയിട്ട് തിരിച്ച് നമ്മുടെ അടുത്ത് വരുമ്പോ ആ ഡോക്ടർ തോറ്റു പോവുക. ആ രോഗി എന്റെ അവിടേക്ക് എത്തി എല്ലാവരും വിജയിച്ചോ? ഒരു ഡോക്ടർക്ക് സഹിക്കാവുന്നതല്ല. കാരണം രക്ഷിക്കാവുന്ന ഒരു കൊച്ചിനെ നമ്മളുടെ അറിവില്ലായ്മ കൊണ്ട് പറ്റിയതാണ്, ഓക്കെ. പക്ഷെ ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് അറിവുണ്ടായിട്ടും പൈസ ഇല്ലാത്തത് കൊണ്ട് വെച്ചോണ്ടിരുന്നിട്ട് അത് മരുന്നും കൊടുത്ത് മന്ത്രവും കൊടുത്തിട്ട് അവസാനം കുളമായിട്ട് നമ്മുടെ അടുത്ത് വരുമ്പം നമുക്കൊരു ഉള്ളിൽ ഒരു കുത്തു വരും. അതെ, അല്ല, അവിടെ വന്ന് മരിച്ചതിന്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങളേക്കോ? ഒറ്റ ചോദ്യം, ഞാൻ ഏറ്റെടുക്കല്ല അതിന്റെ മനോവേദന. ഞാൻ പറഞ്ഞ മരണം പേഴ്സണൽ അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞൊരു സാധനം. തീർച്ചയായിട്ടും ആ പേഴ്സണൽ അറ്റാച്ച്മെന്റ് രോഗിയുടെ വീട്ടുകാരോടും ഉള്ളത് ഈ ചെറുകിട ഡോക്ടർമാർക്കാണ് ഏറ്റവും കൂടുതൽ. വൻകിട ഡോക്ടർമാർക്ക് വരുന്നത് ഒരു കാര്യത്തിലാണ്. കാര്യം കഴിഞ്ഞു തിരിച്ചു പോയി. അവർക്ക് ആ സമയത്തുള്ള ലോഹ്യവും കാര്യങ്ങളും ഉള്ളൂ. മറ്റത് അങ്ങനെയല്ല. മറ്റത് അവര് നമ്മുടെ അടുത്തോട്ട് വരുന്നത് ഏത് കാര്യത്തിനും ഓടി വരും. ഈ പറയുന്ന കോർപ്പറേറ്റ് ആശുപത്രിയിൽ നിന്ന് ഒരു മറുപടി കിട്ടി 6 ലക്ഷം രൂപ ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞാൽ ഉടൻ നമ്മുടെ അടുത്ത് വരും അവര്. സാറേ 6 ലക്ഷം രൂപ ചോദിക്കുന്നത്, ഇത് ചെയ്യേണ്ട കാര്യമുണ്ടോ, അതോ ഞങ്ങൾക്ക് വേറെ വല്ല സ്ഥലമുണ്ടോ എന്ന് ചോദിക്കുന്ന രോഗികളാണ് ഞങ്ങളുടെ അടുത്തുള്ളത്. അപ്പൊ ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് നല്ല വിവരമാണ്, അന്നേരമാണ് ഞങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഇപ്പോഴും ഞാൻ പറയുന്നു, ഭാവിയിൽ ഞാൻ കാണുന്നത് പൈസ ഇല്ലാത്തത് കൊണ്ട് എൻ്റെ അമ്മേനെയും അപ്പനെയും ചികിത്സിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം കേരളത്തിൽ ഇപ്പൊ വരും. ചികിത്സകൾ ഉണ്ടാകും. എന്തെങ്കിലും മറുപടി കൊടുക്കാനുണ്ടോ, ഉദ്ദേശിക്കുന്നുണ്ടോ? നിങ്ങൾ ഇതിന് ലിറ്റിഗേഷൻ ഫേസ് ചെയ്യാൻ തയ്യാറാണോ? നിങ്ങൾ പറഞ്ഞ നമ്മൾ ഇവരെ തള്ളി പറയാറില്ല. അഡ്ജുവൻ തെറപ്പി എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുക. അഡ്ജുവൻ നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടുള്ള തെറപ്പി ഇവർ നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. പക്ഷെ ഇവർ പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ചികിത്സ വെച്ചിട്ട് ലിവർ സിറോസിസ് മാറും, ക്യാൻസർ മാറാൻ സാധ്യതയുണ്ട്. അല്ല, അങ്ങനെ പല അലോപ്പതി പോണ്ട, സൈഡ് എഫക്ട് കുറവായിരിക്കും. ഇതിനകത്ത് അലോപ്പതി ബേസിക്കലി നമ്മുടെ ബോഡിയിൽ മെഡിസിൻ കയറ്റിയിട്ട് നമ്മുടെ ബോഡീനെ കൊണ്ട് റിയാക്ട് ചെയ്യിപ്പിക്കാണ്, അല്ലാതെ വേറെ ഇതൊന്നും അല്ല. നമ്മളൊരു കെമിക്കൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഈ പേഷ്യന്റിനെ പറ്റി കഴിഞ്ഞാൽ എത്ര കേസ് ഫേസ് ചെയ്യുന്ന നോക്കി, എത്ര കേസ് ഇവര് ഫേസ് ചെയ്യുന്ന നോക്കി, എത്ര കോടതി കേസ് ഫേസ് ചെയ്യുന്ന, കോടതി കേസ് ഫേസ് ചെയ്തിട്ടുണ്ടോ? സാറ് പറഞ്ഞ ഈ ഡോക്ടർ അന്ന് രാത്രി പീഡിയാട്രിക്സ് കൊച്ചു വന്നിട്ട് മരിക്കുന്ന ആ ഡോക്ടർ ബെഡില് ആ ഡോക്ടറാണ് ചികിത്സിക്കുന്ന പിഴവെന്ന് പറഞ്ഞിട്ട് ആ നാട്ടുകാരെ ഡോക്ടറെ തല്ലും. അത് ഫേസ് ചെയ്യുന്ന ആ ഡോക്ടർ ജീവിതകാലം മൊത്തം 20 കൊല്ലം കേസ് അത് ഇവരുടെ മെക്കിട്ട് കയറാൻ പാടില്ല. കാരണം ജീവൻ രക്ഷിക്കാനുള്ള കപ്പാസിറ്റി ഒരു ചികിത്സയ്ക്കും ഇല്ല. ജീവൻ രക്ഷിക്കാനുള്ള കപ്പാസിറ്റി ഇവിടെ ഒരു ചികിത്സയ്ക്കും ഇല്ല എന്നൊരു തിരിച്ചറിവിലേക്ക് മനുഷ്യൻ എത്തിയാൽ മതി. അപ്പൊ എന്തെങ്കിലും ലിമിറ്റേഷൻ വരും. ഇപ്പോഴും കേരളത്തിൽ ഇങ്ങനത്തെ മനുഷ്യർ സംസാരിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത്. അത് നിങ്ങൾ പൊതുജനങ്ങളുടെയും ഈ ലാഭം ഡോക്ടർമാര് പണി നിർത്തേണ്ട സമയമായെന്നുള്ള ഞാൻ
പറയുന്നത് 1 മാസത്തേക്ക് ഇവിടുത്തെ അലോപ്പതി ഡോക്ടർമാർ അങ്ങ് നിർത്തട്ടെ, പണി നിർത്തട്ടെ. ഇല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ചർച്ചയെ വളച്ചൊടിക്കരുത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. ഇവര് ലിറ്റിഗേഷൻ വിവരമുള്ള ഒരു ഫോറം എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു ഫോറത്തിൽ ഇരുന്ന് ഇങ്ങനെയുള്ള സംസാരങ്ങൾ അല്ല, അഭിപ്രായ വ്യത്യാസം എല്ലാ മനുഷ്യർക്കും. അതിനെ എത്ര ശക്തിയായിട്ടും ഞാൻ എതിർക്കും. കാരണം എന്നാന്ന് വെച്ചാൽ ഞാൻ എന്റെ യൗവനവും എന്റെ ചെറുപ്പവും എല്ലാം കളഞ്ഞ് ഞാൻ കോട്ടയത്ത് പഠിച്ച് വലുതായി ഞാൻ ഇംഗ്ലണ്ടിൽ പോയി FRCS എടുത്തിട്ട് ഇവിടെ വന്നിട്ട് ബയോമെഡിക്കൽ ഇവിടെ വരുമ്പോ സൂചിയും ഗീജിയും എല്ലാം വലിച്ചെറിയായിരുന്നു. അതിനൊരു ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോജക്ട് ഉണ്ടാക്കി അത് ഇവിടെ IMA എന്ന് പറഞ്ഞ സംഘടന ഏറ്റെടുത്ത് നടത്തിയതാ. മനസ്സിലായോ? അങ്ങനെ ഒരു ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് നടത്താൻ ഗവൺമെന്റിനെ കൊണ്ട് പോലും ഇവിടെ സാധിച്ചിട്ടില്ല. അത് ആദ്യം മനസ്സിലാക്കണം. അല്ല, ഇവിടെ ആദ്യം നടത്തുന്നത് IMA ആണ്. അത് എന്റെ പ്രോജക്റ്റ്. പറയട്ടെ സമൂഹത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നവരാണ് വിവരമുള്ളവരും വിദ്യാഭ്യാസമുള്ളവരും. തീർച്ചയായിട്ടും. അവർ പറയുന്നത് കേൾക്കിയല്ലാത്ത ഒരു സമൂഹം ഉണ്ടെങ്കിൽ, സയൻസിനെ വിശ്വസിക്കുകയല്ലെങ്കിൽ ആ സമൂഹം നശിച്ചിരിക്കുമെന്നാണ്. അല്ല, ശാസ്ത്രം എന്നുള്ള വിഷയത്തിലെ വിശദീകരണം ഒറ്റ മിനിറ്റ്. ഈ വിശദീകരണം കൊണ്ട് ഈ വിഷയം ഇതാണ്. ശാസ്ത്രം എന്നുള്ള വിഷയത്തിൽ തന്നെ അതിനെ വിശദീകരിക്കുന്നിടത്ത് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. താങ്കൾക്ക് ശാസ്ത്രബോധമുള്ള ആളാണ്. തീർച്ചയായിട്ടും. അന്വേഷണത്തോര ആ സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന സ്വസ്ഥത, അതിന്റെ യാഥാർത്ഥ്യം, അതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ് ശാസ്ത്രം. മാത്രമാണോ ശാസ്ത്രം? അല്ല, ഒരിക്കലും ആരെങ്കിലും ഡോക്യുമെന്റ് ചെയ്ത ഒരു കാര്യത്തെ അന്ധമായി വിശ്വസിക്കുന്നതിനെ ശാസ്ത്രം ഞാൻ വിശ്വസിക്കുന്നില്ല. നേരത്തെ നമ്മുടെ ഹമീദ് അദ്ദേഹം പറഞ്ഞു, ഡോക്ടർ ഹമീദ് പറഞ്ഞൊരു സംഭവമാണ്. അതായത് കോവിഡ് വാക്സിൻ വന്ന ശേഷം കോവിഡ് പോയി. എന്റെ ഒരു ഒബ്സർവേഷൻ, അത് അദ്ദേഹത്തിന്റെ വീക്ഷണമാണ്. അദ്ദേഹം പഠിച്ചതാണ്, മനസ്സിലാക്കിയതാണ്, ന്യൂസ് ചാനലുകളിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്തൊരു കാര്യമാണ്. ഞാൻ അടങ്ങുന്ന വലിയൊരു കമ്മ്യൂണിറ്റി, ഞാൻ പറഞ്ഞല്ലോ, സാധാരണ അക്യുപങ്ചർ ചികിത്സ പോലും വേണ്ടാതെ ജീവിക്കുന്ന, ആവശ്യമില്ലാത്ത തരത്തിൽ ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി. അതിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഞാൻ പറയാണ്, ടെസ്റ്റ് നിർത്തിയപ്പോൾ മാറിയൊരു അസുഖമാണ് കോവിഡ്. കാരണം ഇപ്പൊ കോവിഡ് ടെസ്റ്റ് ഇല്ല, വാക്സിൻ വ്യാപകമായി കൊടുത്തു. അത് വേണ്ടവരെടുത്തതിന് ശേഷം, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുകയാണ്, വേണ്ടവരെടുത്തതിന് ശേഷം പിന്നീട് ആ ടെസ്റ്റ് പിൻവലിച്ചു. ഇപ്പൊ മറ്റേ റാപ്പിഡ് ടെസ്റ്റ്, RT-PCR ടെസ്റ്റ്, ഇങ്ങനെ പലതരം, എയർപോർട്ടിൽ പോകണമെങ്കിൽ ടെസ്റ്റ്, അത്തരം ടെസ്റ്റുകളിൽ നിന്ന് ഒഴിവായതോടുകൂടി വെറും ജലദോഷപ്പനി. സാർ, എന്റെ കുടുംബത്തിലൊരു മരിച്ചു. എന്റെ സ്വന്തം കസിൻ, 41 വയസ്സുള്ള എന്റെ മാമയുടെ കസിനായിരുന്നു. കോവിഡ് വാക്സിൻ ഒരാഴ്ച കൊണ്ട് മിസ്സായി. ഇന്ത്യൻ ഗവൺമെന്റിനോട് എനിക്ക് ദേഷ്യണ്ടായ കാര്യം എന്നറിയോ? കോവിഡ് വാക്സിൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വന്നപ്പം സാർക്കറിയാം, ഹോസ്പിറ്റൽസും ഡയറക്റ്റ് വാങ്ങിക്കാൻ പറ്റൂലായിരുന്നു. 2 ആഴ്ച നമ്മൾ മിസ്സായപ്പോ എത്ര ആൾക്കാർ മരിച്ചെന്നറിയോ? എന്റെ കസിൻ ഫഹദ് എന്ന് പറഞ്ഞ കസിൻ, 41 വയസ്സ്, 2 ചെറിയ പിള്ളേരാണ്. കോവിഡ് ബാധിച്ച മരിച്ചത്. വേറെ അസുഖമൊന്നുമല്ല. ഞാൻ അതിലേക്ക് ഞാൻ ഒരു മിനിറ്റിൽ എഡ്യൂക്കേറ്റ് ചെയ്യാം. ഞാൻ എപ്പോഴും പറയാണ്, നമ്മൾ എപ്പോഴും പറയും, എപ്പോഴും നമ്മൾ സൈഡ് എഫക്റ്റിനെ പറ്റി മാത്രമേ സംസാരിക്കത്തുള്ളൂ. അതിനുണ്ടായ ഗുഡ് എഫക്ട്സിനെ പറ്റി ആരും സംസാരിക്കാറില്ല. ഇതിന് ഒരുപാട് മരുന്നുകളാണ്, ഒരുപാട് പേര് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. കൊളസ്ട്രോൾ ട്രീറ്റ്മെന്റ്, മരുന്ന് ട്രീറ്റ്മെന്റ് ഉണ്ട്. നമ്മുടെ അഭിപ്രായങ്ങളാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ കമ്മിങ് ബാക്ക് ടു അവർ സബ്ജക്ട്, അത് വളരെ ഭീകരമാണല്ലോ. അപ്പോൾ ഈ ചെറുകിട ആശുപത്രികളും വലിയ ആശുപത്രികളും ഒക്കെ തന്നെ നമ്മുടെ ആരോഗ്യരംഗത്ത് ഒരു വലിയ കോൺട്രിബ്യൂഷൻ ആയിരുന്നു. എന്നാൽ ഇതിന് വേറൊരു മുഖം വരുന്നു. അപ്പോൾ നിങ്ങൾ നാളെ ഈ ചെറുകിട ആശുപത്രികൾ നശിച്ചു പോകാതിരിക്കാൻ എന്താ ചെയ്യാൻ പോകുന്നത്? മട പൊട്ടി വരിക. അതെ, ചെറുകിട ആശുപത്രികൾ കൊട വെച്ച് തടുക്കാൻ പറ്റത്തില്ലെന്ന്. നശിച്ചു പോകാതിരിക്കാനായിട്ട് ഗവൺമെന്റുമായിട്ട് ഇതിന് ഒരു ആവശ്യകത ഉണ്ടോ എന്നറിയണം. കാരണം ഗവൺമെന്റ് ആണ് അൾട്ടിമേറ്റ്ലി ജനങ്ങളുടെ ഹെൽത്തിന്റെ റെസ്പോൺസിബിലിറ്റി. ഗവൺമെന്റ് ഇപ്പൊ വിളിക്കൂ എന്ന് പറയുന്നു. അങ്ങനെ വിളിക്കുകയാണെങ്കിൽ ഈ ചെറുകിട ആശുപത്രികൾ കൊണ്ടു നടക്കുന്നതിന്റെ പ്രാക്ടിക്കാലിറ്റി അത് നമ്മൾ അവിടെ റേസ് ചെയ്യും. പിന്നെ NRHM എന്നുള്ള ഫണ്ടെല്ലാം കൊടുത്ത് PHCകളും എല്ലാം നന്നാക്കിയിട്ടിരിക്കുക. പക്ഷെ അത് നടക്കുന്നില്ല ഒന്നും അവിടെ. എങ്കിലും കുറെയൊക്കെ നടക്കുന്നുണ്ട്, തീരെ മോശമെന്നല്ല പറയുന്നത്. എങ്കിലും അങ്ങനെയുള്ള PHCകൾ വഴിയൊക്കെ പ്രൈവറ്റൈസ് ചെയ്ത് അവർക്ക് കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ ആവുമ്പോൾ ഫീസ് റെഗുലേറ്റ് ചെയ്യാം, പേയ്മെന്റ് റെഗുലേറ്റ് ചെയ്യാം, ഗവൺമെന്റിന് ഫണ്ട് കൊടുക്കാം. അത് റൺ ചെയ്യാനായിട്ട് ഇതുപോലുള്ള മിടുക്കൻ ഡോക്ടർമാർ, ഈ സ്വന്തമായിട്ട് ആശുപത്രി നടത്തുന്ന ഡോക്ടർമാർക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ആ കേപ്പബിലിറ്റി നമ്മൾ കേരളത്തിലുള്ളവർ ഉപയോഗിക്കണം. ഉപയോഗിച്ചിട്ട് അവരുടെ നാട്ടിലുള്ള PHC അവരെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ അവരുമായിട്ടൊരു കൊളാബറേഷനിൽ നടത്തുക. എന്നിട്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള കോർപ്പറേറ്റ്സ് വന്ന് നമ്മുടെ PHC ഏറ്റെടുക്കുക. അവിടെയൊക്കെ എന്നാ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഫീസ് റെഗുലേറ്റ് ചെയ്യാം, നമ്മുടെ OPയുടെ റേറ്റ് വേണ്ടാന്ന് വെക്കാം, ഗവൺമെന്റിന് ആ പൈസ കൊടുത്താൽ മതി. ഇപ്പൊ തന്നെ ഗവൺമെന്റ് ഒത്തിരി പൈസ ഓരോ PHCയിലും മുടക്കുന്നുണ്ട്. പക്ഷേ എഫിഷ്യൻസി ഓൾമോസ്റ്റ് ലൈക്ക് 10%ഓ 15% ഒക്കെ ആവുള്ളൂ. പിന്നെ ഗവൺമെന്റിന് വേറൊരു പ്രശ്നമുണ്ട്, നമ്പർ ഓഫ് OPD. ഒരു ദിവസം കാണുന്ന എത്ര പേരെയാണെന്നറിയോ? 2.5 ലക്ഷം 3 ലക്ഷം പേരെയാണ് കേരളത്തിൽ ഒരു ദിവസം
പീക്ക് സമയത്തല്ലാതെ നമ്മുടെ കേരളത്തിലെ OPD 5 ലക്ഷമാണ് ഒരു ദിവസത്തെ ഔട്ട് പേഷ്യന്റ് ക്ലിനിക്ക് കേരളത്തിലെ. ഈ ഒരു വോളിയം ഹാൻഡിൽ ചെയ്യാൻ ഗവൺമെന്റിനെ കൊണ്ട് തന്നെ പറ്റില്ല. അപ്പോൾ പ്രൈവറ്റിലുള്ളവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കോർപ്പറേറ്റ്സിന്റെ ഇൻവെസ്റ്റ്മെന്റ് വന്നോട്ടെ, ഇനിയും ഇഷ്ടം പോലെ കോർപ്പറേറ്റ്സ് വരട്ടെ. ബേസിക് മെഡിക്കൽ കെയർ അഫോർഡബിൾ ആയിട്ട് കൊടുക്കണം. ബേസിക് സർജിക്കൽ കെയർ അഫോർഡബിൾ ആയിരിക്കണം. ബേസിക് ഗൈനക് കെയർ അഫോർഡബിൾ ആയിരിക്കണം. ബേസിക് പീഡിയാട്രിക് കെയർ അഫോർഡബിൾ ആയിരിക്കണം. 70 വയസ്സ് 80 വയസ്സ് കഴിഞ്ഞവരുടെ കാര്യം മഹാ കഷ്ടമാണ്. അത് നേരിട്ടറിയണമെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ ആശുപത്രിയിൽ വൈകുന്നേരത്തെ ക്ലിനിക്കിലോ വല്ലോ വന്നിരുന്നാൽ മതി. കേരളത്തിലെ ഹെൽത്ത് കെയർ സമ്പൂർണ്ണമാവണമെങ്കിൽ എല്ലാത്തരം ചികിത്സയും എല്ലാത്തരം ആശുപത്രികളും ചെറുകിട മുതൽ വൻകിട വരെ എല്ലാത്തരം ആശുപത്രികളും എല്ലാത്തരം ആയുർവേദ, ഹോമിയോ, അലോപ്പതി എല്ലാം കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഹെൽത്ത് കെയർ കേരളത്തിൽ സമ്പൂർണ്ണമാകും. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഈ പുതിയ സർക്കാരിന് ഈ രംഗത്ത് ചില മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ഏരിയ കുറച്ച് സങ്കീർണമാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം ഞങ്ങൾ ആരോഗ്യവകുപ്പ് മന്ത്രിയുമായിട്ട് വിശദമായി ചർച്ച ചെയ്തിരുന്നു. അവർക്കൊരു 100 days പ്ലാൻ തന്നെയുണ്ട് ഈ വിഷയങ്ങളിൽ മൊത്തത്തിൽ കൊണ്ടുവരാൻ. ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ കോർപ്പറേറ്റുകൾ വരുന്നു എന്ന് പറയുമ്പോൾ അതെ പ്രാദേശികമായിട്ടുള്ള ഇന്ത്യൻ കോർപ്പറേറ്റ് അല്ലെങ്കിൽ നമ്മൾ നോക്കിയാൽ ഈ ഇരിക്കുന്ന ഡോക്ടറെ ടേക്ക് ഓവർ ചെയ്തേക്കുന്ന ആളെ അല്ല ഞാൻ പറയുന്നത് MA യൂസഫിന് നടന്ന ആശുപത്രിയാണെങ്കിൽ ലേക്ക് ഷോർ ആശുപത്രി, കോടീശ്വരനാണ്. അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആദ്യത്തെ 10 വരുന്ന ഒരു കോടീശ്വരൻ. അത് അദ്ദേഹത്തിന് ആശുപത്രി ഉണ്ട്. രവി പിള്ളക്ക് ആശുപത്രി ഉണ്ട്. അങ്ങനെ ഒരുവിധം ആളുകൾക്കൊക്കെ ആദ്യകാലം മുതലേ ഇവിടെ ആശുപത്രി ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കിയപ്പോൾ ഇവിടെ മൂവാറ്റുപുഴയൊക്കെയുള്ള സബൈൻ ആശുപത്രി, എൻ്റെ നാട് തന്നെ ഒരു തീരദേശ സ്ഥലമാണ്. അവിടെ സബൈൻ ആശുപത്രി, അതിലും പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അവരവിടെ 40 രൂപയാണ് കാഷ്വാലിറ്റിക്ക് ചാർജ് ചെയ്യുന്നത്, 100 രൂപയാണ് IP ചാർജ് ചെയ്യുന്നത്. ഈ പറയുന്ന ഫാർമസി എല്ലാ സാധനങ്ങൾക്കും 50% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത് കൊടുക്കാൻ സാധിക്കുന്നൊരു സംഗതിയാണ്. ഇത് കൊണ്ടുവരണമെങ്കിൽ ഗവൺമെന്റ് കർശനമായിട്ടുള്ള മാനദണ്ഡം കൊണ്ടുവരണം. അതല്ല ഇപ്പം ഞാൻ പറഞ്ഞു ഇപ്പം പറ്റും. ഇപ്പോൾ KPHയുടെ സെക്രട്ടറി ആരുണ്ട്. ഈ പറയുന്ന കോർപ്പറേറ്റുകൾ ഇവരുടെ സംഘടന ഭാഗമാണ്. ഈ ചാരിറ്റി ആശുപത്രികൾ എന്ന് പറയുന്ന ആശുപത്രികളുടെ ഇവരുടെ ഭാഗമാണ്. കേരളത്തിലെ ഒരു എല്ലാ ഒട്ടുമിക്ക ഇടത്തരം ഇവർ തീരുമാനിച്ചാൽ തന്നെ മതി. ഒരു തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാം. കാരണം ഇപ്പോ സർക്കാർ തീരുമാനിക്കണം. അവരാണ്. അതാ ഞാൻ ചോദിക്കുന്നത്, എന്ത് തീരുമാനിക്കും? അതായത് രോഗികൾക്ക് ഈ ആതുരാലയം ഒരു അഭയകേന്ദ്രമായിരിക്കണം. അതായത് അവന് റീസണബിൾ ചാർജിന് ചികിത്സ കിട്ടണം. അത് ഞങ്ങളുടെ ഇതാണ്. അതേസമയം ജാസ്മിൻ ഷാ നിങ്ങൾ തീരുമാനിച്ചാൽ ഞങ്ങൾ തീരുമാനിക്കാം. പക്ഷെ അത് ഓരോ ഹോസ്പിറ്റലുകളും അവരുടെ സാഹചര്യത്തിനനുസരിച്ചാണ് ഫിക്സ് ചെയ്യേണ്ടത്. നിങ്ങള് ചായക്കട സാധാരണഗതിയിൽ റോഡ് സൈഡിൽ കിട്ടുന്ന ഒരു പെട്ടിക്കടയിൽ നിന്ന് ചായ കുടിക്കുന്നതും 5 സ്റ്റാറിൽ പോയിട്ട് അതേ റേറ്റിന് കിട്ടണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പൊ ഓരോ ഫെസിലിറ്റിയും ഓരോ സർവീസും അവിടെ നിലവിലുള്ള സാഹചര്യങ്ങൾ, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ, അവിടുത്തെ ഇൻവെസ്റ്റ്മെന്റ് ഇതെല്ലാം നോക്കേണ്ടി വരും. സർ, ഇവിടെ കുറെ ചേഞ്ച് വരുന്നുണ്ട്. ഗവൺമെന്റ് കുറെ ചേഞ്ച് വരുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ആവശ്യമുള്ളതാണ്. പക്ഷെ അത്യാവശ്യമുള്ള ചേഞ്ച് ഒരിക്കലും ഇതുവരെ വന്നിട്ടില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോ KSRTCയിൽ ലേഡീസിന് ഫ്രീ ആന്ന് പറഞ്ഞു. അത് ആവശ്യമാണ്, പക്ഷെ അത്യാവശ്യമല്ല. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഇപ്പോൾ 50 above ഏജ് വരുന്നവർക്ക് ഈ മെഡിക്കൽ എക്സ്പെൻസ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ഞാൻ റിയൽ ലൈഫിലും കണ്ടിട്ടുണ്ട്, കുറേ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ ഈ ബസ് ലേഡീസിന് ഫ്രീ ആക്കുന്നത് അത് അത്ര വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതേസമയം ഈ 50+ ഏജ് ഉള്ളവർക്ക് മെഡിസിൻസ് ഫ്രീ ആയി കൊടുക്കാമായിരുന്നു. അത് ഭയങ്കര വലിയ ചേഞ്ച് ഉണ്ടാവുമായിരിക്കും. ഡോക്ടറെ, ഞാൻ പറയുന്നത് ഡോക്ടർ ഇപ്പോൾ ഒരുപാട് രാജ്യങ്ങളിൽ പോയി കണ്ട ഒരാളാണ്. അവിടുത്തെ ഹെൽത്ത് കെയറും എല്ലാം കണ്ട ആളാണ്. അപ്പം നമ്മുടെ ഇവിടെ ഒരു വലിയ പരിധി വരെ ഈ രോഗികളുടെ ജനിക്കുമ്പോഴേ അവർക്ക് ഈ പേടി കിട്ടുക. കാര്യം ഈ പേരൻസും നന്നായിട്ട് പേടിപ്പിക്കുന്നുണ്ട് അവർ. അപ്പോൾ ഈ പേടി കൊണ്ടുവരുന്ന രോഗിയെ പേടിപ്പിച്ച് ഈ ഉപകരണങ്ങൾ, ഈ വാങ്ങിക്കൂട്ടിയ ഉപകരണങ്ങൾ കാലഹരണപ്പെടുന്നതിന് മുമ്പേ അതിൻ്റെ തുക മുഴുവൻ ഈടാക്കാനുള്ള ഈ മെഡിക്കൽ കമ്പനികളും അതുപോലെ തന്നെ ആശുപത്രിയിൽ നടന്ന സംവിധാനങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ഡോക്ടർ പ്രൈവറ്റ് ഹോസ്പിറ്റൽ നടന്ന ആളാന്ന് ചിന്തിക്കരുത്, ഒരു സാധാരണ രോഗി എങ്ങനെ മോചിപ്പിച്ചെടുക്കും? അതിന് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ പറ്റി പറയുകയാണെങ്കിൽ അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ, ഈ പറഞ്ഞ മാനേജ്മെന്റും ഡോക്ടർമാരും എത്തിക്കലാവുക എന്നുള്ളത്. അല്ലാതെ ഒരു കാരണവശാലും അത് മോചിപ്പിച്ചെടുക്കാൻ പറ്റില്ല. എത്തിക്കലാവുക എന്ന് പറയുന്നത് ചിലപ്പോൾ ആൾക്കാർ വിചാരിക്കും ഇയാൾ എന്തുവാ പറയുന്നത്, എത്തിക്കലങ്ങായ പോരെ എന്ന്. അങ്ങനെ ഒരിക്കലും ഒരു മാനേജ്മെന്റ് വന്നിട്ട് ഡോക്ടറെ അടുത്ത് ഇന്ന ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്ന് പറയരുത്. രോഗികൾ പറയാറുണ്ടല്ലേ,
രോഗികളും സമ്മർദ്ദം കൊടുക്കരുത്. ഈ നാട്ടിലെ പ്രശ്നം എനിക്ക് പലപ്പോഴും മനസ്സിലാണ്, പല ചർച്ചകൾ ഉയർന്നു വരും. ഈ ഒരുവിധമുള്ള അര ഡോക്ടറാ. ഈ അര ഡോക്ടർ ആളെ കൊല്ലുന്നത് പണ്ടേ ആള് പറഞ്ഞിട്ടുണ്ട്. അല്ല, അതിപ്പോ ChatGPT ഒക്കെ വന്നേ പിന്നെ മുഴുവൻ ഡോക്ടറായി. മുഴുവൻ അവര് തീരുമാനിക്കും. ഞാൻ ഡോക്ടറോട് കാര്യം ചോദിക്കട്ടെ, അതായത് ഇത്രയും പ്രൈവറ്റ് ഹോസ്പിറ്റൽസിന്റെ ഓണേഴ്സിനുമായിട്ട് ബന്ധമുള്ള ആളാണ് ഞാൻ ചോദിക്കുക. ഡോക്ടറെ പാര വയ്ക്കാൻ വേണ്ടി പറയല്ല. നമ്മുടെ ഈ എനിക്ക് എന്നും തോന്നിയിട്ടുണ്ട്, ഇപ്പോൾ RCC അവിടെയൊക്കെ ചെറുതായിട്ട് ഇപ്പോൾ ചാർജ് ചെയ്യുന്നുണ്ട്. ഇപ്പം ശ്രീചിത്ര ചെറുതായിട്ടൊക്കെ ചിലർക്കൊക്കെ ചാർജ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഡോക്ടേഴ്സ് ഫ്രീ ആയിട്ടുള്ള സമയങ്ങളിൽ ഇപ്പോൾ ഈ പ്രൈവറ്റ് പ്രാക്ടീസ് നിർത്തി. അപ്പോൾ ഇനി സർക്കാർ ഡോക്ടർമാർക്ക് പ്രൈവറ്റ് പ്രാക്ടീസ് കൊടുക്കണമെന്ന് ഈ ചാനലിലൂടെ പറയാൻ പറ്റത്തില്ല. അതൊരു ജനവിരുദ്ധ നടപടിയായിട്ട് ആളുകൾ കാണും. ഞാൻ ചോദിക്കുന്നത്, ഈ ഡോക്ടേഴ്സിൻ്റെ സമയം അവർക്ക് ചെറിയൊരു ഓട്ടയോ അലവൻസോ കൊടുത്ത് അവർക്കൊരു പേ ക്ലിനിക്ക് കേരളത്തിൽ ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ, ഈ രാഷ്ട്രീയക്കാർ അടുക്കത്തില്ല അതിനകത്ത്. ഭരണപക്ഷം ചെയ്താൽ പ്രതിപക്ഷം അടക്കും, പ്രതിപക്ഷം ചെയ്താൽ ഭരണപക്ഷം അടക്കും. അപ്പോൾ എന്നാലും അവരെയൊക്കെ ഒന്നിപ്പിച്ച് നിർത്താമെന്നുള്ളൊരു ദുഷ്ടചിന്തയിൽ ഞാൻ ചോദിക്കുക, അങ്ങനെ ഒരു കാര്യം വർക്കൗട്ട് ആവുമോ കേരളത്തിൽ? പ്രൈവറ്റ് ഡോക്ടേഴ്സിനെ അല്ലല്ലല്ല, ഗവൺമെന്റ് ഡോക്ടേഴ്സ് അവരുടെ ജോലി കഴിഞ്ഞുള്ള സമയം അവർക്ക് ചെറിയൊരു വേതനം കൂടി കൊടുത്താൽ ഈ ആളുകൾക്ക്, കാര്യം ഹോസ്പിറ്റലൊക്കെ സ്ഥലമുണ്ടല്ലോ. ഐഡിയ കൊള്ളാം, പക്ഷെ പ്രാക്ടിക്കലി നടക്കാത്ത സംഗതി. കാരണം എന്തുകൊണ്ട് നടക്കത്തില്ല? നിയമം അനുവദിക്കുന്നില്ല. അല്ല, നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ, നമ്മുടെ നാട്ടിലെ ഗവൺമെന്റ് സർവൻസിന്റെ കോടതി പോകും. അല്ല, കോടതി ഞങ്ങൾക്ക് ഇതിൽ കോടതി പോകേണ്ട കാര്യമില്ല. കൃത്യമായിട്ട് അത്ര ഒരു സംഗതി വന്നാൽ യഥാർത്ഥത്തിൽ ഈ പറയുന്ന എല്ലാ കാര്യത്തിലും സർക്കാർ ആശുപത്രികൾ ഉഷാറാവുമ്പോൾ ഇടപെടൽ സ്വകാര്യ മേഖല നിന്ന് വരുന്നുണ്ട്. കാരണം അതൊരു യാഥാർത്ഥ്യമാണ്. ഇല്ല എന്ന് പറഞ്ഞാലൊന്നും ശരിയല്ല. കാരണം യഥാർത്ഥത്തിൽ സർക്കാർ മേഖലയിൽ നിന്നുള്ള രോഗികൾ കൂടി സ്വകാര്യ ആശുപത്രിക്ക് വരുന്നല്ലേ ബിസിനസ് വിചാരിക്കുള്ളൂ. അല്ല, ഇതൊരു എന്തല്ലല്ലോ, സേവനം എന്നൊക്കെ വാക്കിൽ മാത്രമേ ഉള്ളൂ. ചാരിറ്റി എന്ന് പറയുന്നത് പോലും വാക്കിൽ മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയിലില്ല. അപ്പൊ അതൊരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു ഭാരം വയ്ക്കും. അല്ല, ഇതില് ഗവൺമെന്റ് സെക്ടർ പുരോഗമിക്കുന്നതുകൊണ്ട് സർക്കാർ ആശുപത്രികളിലേക്ക് ആൾക്കാർ പോകുന്നതുകൊണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ അടച്ചുപൂട്ടി പോകുന്നൊന്നും നമ്മൾ വിചാരിക്കുന്നില്ല. ഇവിടെ വരേണ്ടവർ ഇവിടെ വരും, മറ്റുള്ളവിടെ പോകേണ്ടവിടെ ഈ ഗവൺമെന്റ് സെക്ടറിൽ പോകേണ്ടവർ പോവും. അത് വിചാരിച്ച് അതിനെ പാരവെക്കുന്ന ഒരു പരിപാടിയൊന്നും ഒരു നിലയ്ക്കും നമ്മൾ അംഗീകരിക്കുന്നുമില്ല, അതിന് പോവാറുമില്ല. തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു നിലയ്ക്കുമില്ല. അതേസമയം പലപ്പോഴും ഗവൺമെന്റ് സംവിധാനങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നത് പ്രൈവറ്റ് സർക്കാർ ആശുപത്രി കൊണ്ടുപോകേണ്ട. നിങ്ങൾ ആരോട് ഇത് പറഞ്ഞത്? കഴിഞ്ഞ ചർച്ചയിൽ ഇവിടെ സമരം നടക്കുന്ന കാര്യം പറഞ്ഞപ്പോ ഇതേ KPHന്റെ സെക്രട്ടറി അല്ല പറഞ്ഞ് സമരം നടന്നപ്പോ അപ്പുറത്തുനിന്ന് ആംബുലൻസ് ഇട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞ് ആരോട് അന്വേഷിച്ചാ? അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഇവിടുത്തെ സർവ്വസാധാരണമായ കാര്യം. അത് എല്ലാവർക്കും അറിയാം. ആംബുലൻസ് വഴി അല്ലെങ്കിൽ ഡോക്ടർമാരെ സ്വാധീനിച്ചുകൊണ്ട് ഇപ്പുറത്തേക്ക് രോഗികളെ യാഥാർത്ഥ്യം. എനിക്ക് ഹോസ്പിറ്റലുകൾ കേരളത്തിൽ തന്നെ ഉണ്ട്. ഏത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് ഈ സർക്കാർ ഹോസ്പിറ്റലിനെ മോശമാക്കാനായിട്ട് പ്രവർത്തിക്കുന്നതെന്നൊന്ന് പറഞ്ഞുതരാമോ? സർക്കാർ ആശുപത്രിയെ മോശമാക്കുന്ന അഭിപ്രായം ഞാൻ പറഞ്ഞില്ല. പക്ഷേ സർക്കാർ ആശുപത്രിയിലെ ദൗർബല്യങ്ങൾ മുതലെടുത്തുകൊണ്ട് അവിടെ നിന്ന് രോഗികളെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എല്ലാ ആശുപത്രികളും ദൗർബല്യങ്ങൾ രോഗിക്ക് പ്രശ്നമുള്ളത് കൊണ്ട് രോഗി രക്ഷ തേടി വല്ലോടത്തും പോകുന്നു എന്നാണോ പറയുന്നത്? ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകുന്നത് അവർക്ക് പലപ്പോഴും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അഫോർഡബിൾ അല്ല എന്ന് കണ്ടുകൊണ്ടായിരിക്കും. അങ്ങനെയുള്ളവരെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് ഇവിടെ നഷ്ടത്തിൽ ഓടിക്കേണ്ട കാര്യമുണ്ടോ? അത് നമ്മള് ഓരോ ചിന്തകളാണ് എല്ലാം. നമ്മള് ഇപ്പൊ ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ ഹോട്ടലിൽ ഊണ് റെഡി എന്ന് പറയുന്ന പോലെ ഞങ്ങൾക്ക് വഴിയിൽ നിന്ന് ആളുകളെ പിടിക്കേണ്ട അവസ്ഥ ചില പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ കാര്യങ്ങളാണ്. അപ്പം എന്റെ അഭിപ്രായത്തില് ഡോക്ടേഴ്സിന് സ്വതന്ത്രമായി ചികിത്സിക്കാനുള്ള അവസരം കിട്ടണം. ചില കാര്യങ്ങളെങ്കിലും അവർക്ക് സ്വതന്ത്രമായി ചെയ്യാൻ പറ്റുന്നില്ല, എന്തോ ഫോഴ്സ് അവരിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് എന്തിനൊക്കെ ഫോഴ്സ്ഫുള്ളി അവര് അത് ചെയ്യണം, ചില ടെസ്റ്റുകൾ ചെയ്യണമെന്ന അവസ്ഥയുണ്ട്. അത് മാറണം. എല്ലാവർക്കും തുല്യമായ രീതിയിലുള്ള ചികിത്സ കിട്ടുന്ന സംവിധാനവും ഈ 5 സ്റ്റാർ ഫെസിലിറ്റി ഉള്ളത് പോലെ തന്നെ ഉണ്ടാവണം. ഈക്വലി ഫ്രീഡം എന്ന് പറഞ്ഞ കാര്യം പറഞ്ഞു, പക്ഷെ അതേപോലെ തന്നെ ഒരു മോണിറ്ററി ഇമ്പോർട്ടൻസും വരുന്നുണ്ട്. സോ അതുകൊണ്ടാണ് പൊതുവെ ആൾക്കാർ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിനെ പ്രിഫർ ചെയ്യുന്നത്. സോ അങ്ങനത്തെ സാഹചര്യങ്ങൾ സാമ്പത്തിക രീതിയിൽ വരുന്നുണ്ട്. അപ്പം ഈ ഗവൺമെന്റ് ആശുപത്രി എന്നാണ് ഡോക്ടർ റെഫർ ചെയ്യുന്നത്. നമ്മൾ ആരെ ഏജന്റിനെ വിട്ടിട്ടൊന്നും പിടിക്കാൻ നിൽക്കത്തില്ല. അവരെ കൊണ്ടുവരുന്ന റിഫറൽ ഭാഗമായിട്ട് വരുന്ന ആ ഗവൺമെന്റ് ആശുപത്രി ഡോക്ടർ നമ്പർ 1 ശരിക്കും പറഞ്ഞ വില്ലൻ അവിടെ അതാണല്ലോ. ആരാണ് നടപടി എടുക്കേണ്ടത്? നമ്മളാണ് നടപടി എടുക്കേണ്ടത്.
ശരിക്കും പറഞ്ഞ ഗവൺമെന്റിനല്ലേ ഈ ഗവൺമെന്റ് ഈ ഡോക്ടർ ലൈസൻസ് സസ്പെൻഡ് ചെയ്യണം. സർക്കാർ ഹോസ്പിറ്റലിൽ ചെറിയ ഹോസ്പിറ്റലിൽ പോയാൽ അതുമായിട്ട് നിയറസ്റ്റ് മറ്റു വലിയ ഹോസ്പിറ്റലിലേക്ക് അയക്കണം. അതുവരെ മറി നടന്നുകൊണ്ട് ഈ പറയുന്ന ഡോക്ടർമാർ പലരും പ്രൈവറ്റ് അവർക്ക് ബന്ധമുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് അയക്കുന്നതും എത്രയോ സംഭവങ്ങൾ എനിക്ക് അറിയാവുന്നതാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, എന്റെ പേഷ്യന്റിനോട് 500 രൂപ വെക്കാൻ പറഞ്ഞ 500 രൂപ വെക്കും, 5000 രൂപ വെക്കാൻ പറഞ്ഞ 5000 രൂപ വെക്കും. അത് ഞാനും എന്റെ രോഗിയും തമ്മിലുള്ള ട്രസ്റ്റാ. എനിക്ക് വേറെ ഒരാളുടെ ഒരു ഔദാര്യം വേണ്ട, മനസ്സിലായോ? ഞാനൊരു ആർത്തിക്കാരനാണെങ്കിൽ പറയുന്നത് ഞാൻ സമ്മതിച്ചു. പക്ഷെ ഒരു രോഗിയോടുള്ള ബന്ധം കൊണ്ട് ഞാനൊരു ജോലി ചെയ്യുമ്പോൾ അതിനൊരു ഫീസ് ഇടും. ആ ഫീസ് ഇടുന്നത് അയാളെ മനസ്സിലാക്കിക്കൊണ്ടാ ഞാൻ ഫീസ് ഇടുന്നത്. ഓക്കെ, നിങ്ങളുടെ അല്ല പറയട്ടെ, അല്ലാതെ ചെയ്യുന്ന ഡോക്ടർമാരുണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്. ഓക്കെ, നീറ്റ് എഴുതി പാസ്സാകണമെങ്കിൽ ഒരു ഡോക്ടർക്ക് അതുപോലെ വിവരവും ബുദ്ധിയും ഉണ്ടായിരിക്കണം. ഓക്കെ, ഈ പണി നിർത്തിയിട്ട് അങ്ങനെ ഒരു ബാർ ഹോട്ടലോ ഏതെങ്കിലും ഒരു വലിയ നല്ല സംഗതിയോ തുടങ്ങിയാൽ അയാൾ അവിടെ ഇതിന്റെ 10 ഇരട്ടി വിജയിക്കും, ഒരു ശല്യവും ഇല്ല. നിങ്ങൾ ഈ പറയുന്ന അതേ രീതിയിലുള്ള ഡോക്ടർമാർ കേരളത്തിൽ നിരവധി ഉണ്ട്, ഇല്ലാന്ന് സമ്മതിക്കുന്നില്ല. ട്രാക്കുളയെ പോലെ പച്ച മനുഷ്യനെ കഴിച്ച് രക്തം കുടിക്കുന്ന നിരവധി ഡോക്ടർമാരും കേരളത്തിലുണ്ട്, സമാനമായ രീതിയിൽ. അതുപോലെ തന്നെ ഏത് രോഗിയെ കിട്ടിയാലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എത്തിച്ചു കൊടുത്താൽ ആംബുലൻസ് ഡ്രൈവർക്ക് 5000 മുതൽ 10,000 10,000 വരെ കിട്ടുന്നുണ്ട്. പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. സർക്കാർ ഡോക്ടർ കൊണ്ടുപോകും. ആശുപത്രിയിൽ അവിടെ വെച്ച് പരിപാടി 24 വാർത്തയിൽ ചെയ്തിരുന്നു. അന്നെന്താ പറഞ്ഞ ആരോഗ്യമന്ത്രി, ഈ ആശുപത്രിയിൽ നിന്ന് ഓരോ പേഷ്യന്റിനെ റെഫർ ചെയ്യുമ്പോഴും 10,000 രൂപ വീതം ആംബുലൻസ് ഡ്രൈവർക്ക് കൊടുക്കുന്നത് എന്റെ ശ്രദ്ധയിൽ ഞാൻ പറയുന്നത്. കേരളത്തിന്റെ മുന്നത്തെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയാണ് പറഞ്ഞത്. അപ്പൊ ഈ 10,000 രൂപ കൊടുക്കണമെങ്കിൽ ആശുപത്രി സ്വന്തം പോകുന്നത് കൊടുക്കുവോ? ഈ പാവപ്പെട്ടവൻ ആശുപത്രിയിലേക്ക് വരുമ്പോ അവന് അസുഖമാണ്, എന്തായിക്കോട്ടെ, അവനൊരു പണമില്ല, അവന്റെ കുടുംബം വിട്ടിട്ടായാലും ആ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കും. അതിന് തർക്കം വേണ്ട. കാരണം ആ കുടുംബത്തിന് വേണ്ടത് ആ കുടുംബത്തിന്റെ അത്താണിയാണ്. ഈ ജനങ്ങൾ ഒന്നാകെ പിരിവെടുത്ത് ഒരാളെ ജീവന് വേണ്ടി പണം ചാരിറ്റി എന്ന് പറഞ്ഞത്. അപ്പൊ ഇത് ചെയ്യുന്നത് എന്തുകൊണ്ടാ? അവരുടെ ജീവൻ സംരക്ഷിക്കാനാണ്. ഈ പണം ആരും കുറച്ചു കൊടുക്കുന്നില്ല. അപ്പൊ ഇതെല്ലാം കേരളത്തിൽ എല്ലാ സമൂഹത്തിലും അങ്ങനത്തെ പുഴുക്കുത്തുകൾ കാണും. അവരെ വെളിച്ചത്ത് കൊണ്ടുവരേണ്ടതും അവരെ നമ്മളെ ശിക്ഷാ നടപടികളിൽ ഏർപ്പെടുത്തേണ്ടതും ഗവൺമെന്റ് ആണ്. അങ്ങനത്തെ പുഴുക്കുത്തുകൾ ഇല്ലാത്ത ആരാ ഉള്ളത്? പോലീസ്. അന്നിവിടെ വേറെ സമരം നടക്കൂലേ? ഒരു കാര്യം, നമ്മള് IMA സമരം ചെയ്യണമെങ്കിൽ അതിന് തക്കതായ കാരണമില്ലാതെ IMA ഡോക്ടേഴ്സ് സമരം ചെയ്യില്ല. ഏറ്റവും കൂടുതൽ സമരം നടന്നത് ഡോക്ടർമാർ ഗവൺമെന്റ് മേഖല, സ്വകാര്യ മേഖലയില്ല. സ്വകാര്യ മേഖല നടത്താൻ എന്താ കാരണം? അവർക്ക് കൃത്യമായ എല്ലാ സൗകര്യങ്ങളും അവിടെ കിട്ടുന്നുണ്ട്, ഉറപ്പ് വരുത്തുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ പുതിയ കോർപ്പറേറ്റുകളെ പറ്റി പറഞ്ഞല്ലോ. ഉദ്ദേശത്തിന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ഡോക്ടർ അവർ എടുക്കുന്നതന്നെ എങ്ങനെയാ? അവർക്കൊരു വീട് വേണോ? വീട് കൊടുക്കും. കാറ് വേണോ? കാറ് കൊടുക്കും. 10 കൊല്ലത്തിന് കോൺട്രാക്ട് എഴുതും. ഇങ്ങനെയാണ് അവരെടുക്കുന്നത്. അവരുടെ എന്തൊക്കെ സൗകര്യം, അവർക്ക് ദുബായിൽ ഫ്ലാറ്റ് വേണോ? അവിടെ എഴുതി കൊടുക്കും. എന്നാ അവിടെ വർക്ക് ചെയ്യുന്ന കുഴപ്പം പറഞ്ഞില്ല. ആവശ്യം ഒരാൾക്ക് എന്തുകൊണ്ടാണ് കേരളത്തിൽ അതിജീവിക്കാൻ വേണ്ടി സമരം ചെയ്യേണ്ടി വരുന്നത്? അവരുടെ ആവശ്യങ്ങൾ പൂവണിയാത്തിരിക്കുമ്പോഴാ. അത് ഇല്ലാത്തതുകൊണ്ടും അദ്ദേഹം പറഞ്ഞതിന് എതിരായിട്ട് ഞാൻ പറഞ്ഞത് 7 ദിവസം സമരം ചെയ്യേണ്ട ആവശ്യം സ്വകാര്യ ആശുപത്രി ഡോക്ടർമാർക്ക് ഇല്ല. പക്ഷെ ഇപ്പോ നിങ്ങൾ ജൂനിയർ ഡോക്ടർമാരെ കാര്യം എടുക്കുക. അവർ ഞങ്ങളോട് വന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ കൂടെ നിന്ന് സമരം ചെയ്യട്ടെന്ന്. എന്താ കാര്യം? ഇനി കേരളം കാണാൻ പോകുന്ന അവരുടെ സമരമാണ്. നിങ്ങൾ എഴുതി വെച്ചോ, ഈ ചാനൽ തന്നെ ഇരുന്ന് തമ്മിൽ SKN ചർച്ച ചെയ്യേണ്ടി വരും ജൂനിയർ ഡോക്ടർമാരുടെ ശമ്പളക്കുറവ്. ഇത് ഞാൻ പറഞ്ഞു ചോദിച്ചോ. കാരണം ഇവിടെ ചിലത് ചോദിച്ചാലേ കൊടുക്കൂ, ചോദിച്ചാലേ കിട്ടൂ. ഈ ചാനൽ തന്നെ ഇരുന്ന് തമ്മിൽ SKN ചർച്ച ചെയ്യേണ്ടി വരും ജൂനിയർ ഡോക്ടർമാരുടെ ശമ്പളക്കുറവ്. ഇത് ഞാൻ പറഞ്ഞു ചോദിച്ചോ. കാരണം ഇവിടെ ചിലത് ചോദിച്ചാലേ കൊടുക്കൂ, ചോദിച്ചാലേ കിട്ടൂ. മറുപടി അല്ല, ഇതിനകത്ത് ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്കാൻ പറയാം, ഞങ്ങളൊക്കെ മനുഷ്യർ തന്നെയാണ്. ഡോക്ടർമാരെല്ലാം മനുഷ്യർ. മാനവികതയുടെ അംശങ്ങളൊക്കെ ഞങ്ങളിലുമുണ്ട്. അതനുസരിച്ച് രോഗികളെയൊക്കെ ചികിത്സിക്കുന്നു. പക്ഷെ ഈ ഒരു പറഞ്ഞ പോയിന്റ് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഞങ്ങൾ അത് വളരെ സീരിയസ് ആയിട്ട് ഗൗരവത്തിലെടുക്കുന്നുണ്ട്. അത് കാരണം എന്താ വെച്ചാൽ കാര്യമാണ് അത്. അതിൽ 2 വശങ്ങളുണ്ട്. ഒന്ന്, അതിന് മാത്രം ഡോക്ടർമാരാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ തന്നെ ഏകദേശം 10,000-ൽ പരം ഗ്രാജുവേറ്റ്സ് ആണ് ഒരു കൊല്ലം പുറത്തിറങ്ങി വരുന്നത്. അതുകൂടാതെ മറ്റ് രാജ്യങ്ങളിൽ പഠിച്ചു വന്നിട്ടുള്ളവർ വേറെ 1,00,000-ൽ പരം ഡോക്ടർമാർ ഇന്ന് ഇന്ത്യയിൽ ഇറങ്ങുന്നുണ്ട് ഓരോ വർഷവും, പുതിയ ഗ്രാജുവേറ്റ്സ്. അപ്പൊ അതിൻ്റെതായ ഒരു കൺസ്ട്രെയിൻസ്
തീർച്ചയായിട്ടും വരുന്നുണ്ട്. അത് ജൂനിയർ ഡോക്ടേഴ്സിനും വരുന്നുണ്ട്. പിന്നെ ജൂനിയർ ഡോക്ടേഴ്സിന്റെ ഓരോ സ്റ്റേജിലും വരുന്ന പ്രശ്നങ്ങൾ, അതായത് ഇപ്പോൾ MBBS കഴിഞ്ഞാൽ PG എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പഠനം, അതിനുശേഷം വരുന്ന ഇങ്ങനെയുള്ള ഓരോ ഘട്ടങ്ങളിലും ഈ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അത് സീരിയസ് ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഏത് രീതിയിൽ അത് പിന്നെ അവരെ റിപ്ലേസ് ചെയ്യുന്നുണ്ട്. മാറ്റങ്ങൾ അവിടെയാണ് കോർപ്പറേറ്റ് വരുന്നത്. ഇവർ വരുമ്പോൾ ഞാൻ പറയാം, ഇപ്പൊ ഒരു ആശുപത്രി നടത്തുന്ന എങ്ങനെ പറഞ്ഞുതരാം. ജാസ്മിൻ അത് കറക്റ്റായിട്ട് അറിയാം. ഒരു സീനിയർ ഡോക്ടർ ഹയർ ചെയ്യും, പിന്നെ ജൂനിയർ ഡോക്ടേഴ്സിനെ ചെറിയ ശമ്പളത്തിന് ഹയർ ചെയ്യും. അത് ജാസ്മിൻ ഞാൻ റേസ് ചെയ്തതിൽ ഞാൻ നന്ദി പറയുന്നുണ്ട്. അത് ശരിയാണ്, സമരം വരും. പക്ഷെ അതൊരു ഇതൊന്നും പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഡിമാൻഡ് സപ്ലൈ ആണിത്. അപ്പം അതുകൊണ്ട് നേരത്തെ ചീപ്പ് ലേബർ ഫോഴ്സ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ ഡോക്ടർമാരിന് ഒരുപാട് കിട്ടാനുണ്ട്. അപ്പൊ IMA സ്ട്രോങ് സ്റ്റാൻഡ് എടുക്കണം. ഞാൻ ക്യൂബയിൽ പോയിട്ട്, ക്യൂബയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഹോസ്പിറ്റലിനകത്ത്. ക്യൂബയിൽ ഡോക്ടർ എന്ന് പറഞ്ഞാൽ സോൾജറിന് ഈക്വലന്റ് ആണ്. മനസ്സിലായി സാർ നേരത്തെ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലേ, അതാണ് വ്യത്യാസം വരുന്നത്. ക്യൂബയിൽ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗവൺമെന്റ് ഒരു ഡോക്ടറിന് അവരെ കംപ്ലീറ്റ് എക്സ്പെൻസസ് ടേക്കൺ കെയർ ആണ്. അവരെ ഫുഡും കാര്യങ്ങളൊക്കെ അവർ കാണുന്ന ഡോക്ടർ അസറ്റ് ആയിട്ടാണ്. കേരളത്തിൽ ഒരിക്കലും ഗവൺമെന്റ് ഡോക്ടർ അസറ്റ് ആയിട്ട് കാണുന്നില്ല. ഇപ്പൊ ആരോഗ്യമന്ത്രി തന്നെ എന്തെങ്കിലും സാങ്കല്പിക ചോദ്യം ചോദിക്കട്ടെ. ഡോക്ടർ ഫസൽ ഗഫൂർ ഈ കസറിൽ ഇരുന്നായിരുന്നെങ്കിൽ ഇതേ അഭിപ്രായമായിരിക്കും പറയുക. ഡോക്ടർ ഫസൽ ഗഫൂർ ഉറപ്പായിട്ട് ഇതേ അഭിപ്രായം പറയത്തുള്ളൂ. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സൊസൈറ്റിയുടെ കൂടെ നിൽക്കും ഡോക്ടർ എന്തായാലും ഗവൺമെന്റ്. അതെനിക്ക് മനസ്സിലായി, ഗവൺമെന്റ് ഇടതുപക്ഷ സഹയാത്ര എന്ന് പറയാൻ വേണ്ടിട്ടല്ലേ. അങ്ങനല്ല, ഡോക്ടർ ഫസൽ ഗഫൂർ എന്നും ജനങ്ങളുടെ കൂടെയാണ്, ME ഇതേ അഭിപ്രായം പറയും. കാരണം ഡോക്ടർ ഫസൽ ഗഫൂറിന് അറിയാം ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് ഡോക്ടർമാരുടെ. IMA പ്രസിഡന്റ് പറഞ്ഞൊരു കാര്യമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് നമ്മളുടെ ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഡോക്ടേഴ്സിന്റെയും അതുപോലെ തന്നെയുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കുറെ പോരായ്മകളുണ്ട്. അതാണ് ഈ ഇഷ്യൂവിനുള്ള ഏറ്റവും പ്രഥമമായ കാരണം എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. അപ്പൊ അവിടെ നിന്ന് ചികിത്സ തുടങ്ങേണ്ടതുണ്ട്. അപ്പൊ നമ്മുടെ ഹെൽത്ത് കെയറിന് ഇപ്പോ പാശ്ചാത്യ രാജ്യങ്ങളിൽ പലയിടത്തും ഒരു കമ്മ്യൂണിറ്റിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടോ അതിന് ഇത്ര ഡോക്ടേഴ്സ് എന്നുണ്ട് ഒരു കണക്കുണ്ട്. ആ കണക്കിനനുസരിച്ചാണ് അവരുടെ ഹെൽത്ത് കെയർ എഡ്യൂക്കേഷനിലുള്ള സീറ്റുകൾ നിശ്ചയിക്കുന്നത്. അത് കാലാനുസൃതമായി ചിലപ്പോൾ മാറ്റം വരും, കുറയും കൂട്ടും. അതിനനുസരിച്ചാണ് അവിടെ പിന്നെ പോപ്പുലേഷൻ അനുസരിച്ചുള്ള ഡോക്ടേഴ്സ് അവിടെ വരുന്നു. ഇവിടെ ഇത് എക്സസ് വരുമ്പോൾ നേരത്തെ പറഞ്ഞ മാർക്കറ്റ് ഫോഴ്സസ് അവിടെ വർക്ക് ചെയ്യുന്നു. അതൊരു ഇഷ്യൂ ആണ്. നമ്മുടെ ടോപ്പിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മൾ ടോപ്പിക്കാണല്ലോ കൈവിടാതിരിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഈ നോർമലി ഇനിയും ആശുപത്രികൾ ടേക്ക് ഓവർ ചെയ്യപ്പെടും. എന്താണ് ഇതിന് പോംവഴി? ചെറുകിട ആശുപത്രികളെ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യണം. എങ്ങനെ സപ്പോർട്ട് ചെയ്യണം എന്ന് ചോദിച്ചാൽ, പണ്ട് ഇലക്ട്രിസിറ്റി ബില്ല് അതിനൊരു സബ്സിഡി കൊടുത്തിട്ടുണ്ട്. 2, നമ്മുടെ ഇപ്പം കേന്ദ്ര ഗവൺമെന്റിന്റെ PF പുതിയ ആൾക്കാരെ എടുക്കുമ്പോൾ PF അവരടയ്ക്കും. അങ്ങനെയുള്ള നമ്മുടെ ആശുപത്രികൾക്ക് കഴിയുന്നത് പോലത്തെ ഇൻസെന്റീവ്സ് കൊടുക്കുക. ഇപ്പൊ ഒരു അൾട്രാസൗണ്ട് മെഷീൻ മേടിക്കണം. അൾട്രാസൗണ്ട് മെഷീൻ മേടിക്കണമെങ്കിൽ 16 ലക്ഷം രൂപയാണ് ഏറ്റവും ചെറുത് ഒരു നല്ല ഒരെണ്ണം. ആ 16 ലക്ഷം രൂപയുടെ ലോൺ എടുക്കുന്നതിന് പകരം അതിന് ഗവൺമെന്റ് ഒരു സബ്സിഡി കൊടുക്കുകയോ, അല്ലെങ്കിൽ ഗവൺമെന്റ് ഇതുപോലത്തെ ഇൻസ്ട്രുമെന്റ്സ് പ്രൊക്യൂർ ചെയ്യാനും, അല്ലെങ്കിൽ ഇതിനകത്ത് വേണ്ട നല്ല മെഷീനറികൾ മേടിക്കാനും ഒക്കെ ഉള്ള ഒരു വെന്റിലേറ്റർ, അല്ലെങ്കിൽ ഒരു പറഞ്ഞ നല്ല ബെഡ്, ഇത് മെഷീനറിക്കൊക്കെ ഉള്ള സബ്സിഡീസ് കൊടുത്ത് ഇത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഗവൺമെന്റ് താല്പര്യപ്പെടണം. ആ ഗവൺമെന്റിന്റെ താല്പര്യം എന്തിനാണ്? ജനങ്ങളുടെ, സാധാരണക്കാരന്റെ ജീവനും സ്വത്തിനും ഉള്ള ബേസിക് സംരക്ഷണം കൊടുക്കാനായിട്ട്. ഞാനൊരു ജനറൽ പബ്ലിക് എന്ന നിലയിൽ ഒരു കൺസേൺ പറയാ. പണ്ട് നമ്മളൊരു ഹോസ്പിറ്റൽ ചൂസ് ചെയ്യുമ്പോൾ മെയിൻലി നമ്മൾ അഫോർഡബിലിറ്റി നോക്കും, ആക്സസിബിലിറ്റി നോക്കും, സേഫ്റ്റി നോക്കും. പക്ഷെ ഇപ്പൊ വലിയൊരു കൺസേൺ എന്താന്ന് വെച്ചാൽ, ഒരു സർജറി ചെയ്ത് തിരിച്ചു വരുമ്പോ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ഓർഗൻസ് അവിടെ തന്നെ ഉണ്ടാവോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു പേടി ഇപ്പൊ ജനങ്ങളിലുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നറിയോ, നമ്മൾ ഈ ഇതിനെക്കുറിച്ചുള്ള ഒരു ശാസ്ത്രബോധത്തിന്റെ അഭാവവും ചിലപ്പോഴൊക്കെ ഉണ്ട്. ഇപ്പൊ ഒരു കണ്ണാടി പെട്ടിയിൽ നിന്ന് ഒരു നെയ്യപ്പ് എടുത്ത് മാറ്റുന്നില്ല, കിഡ്നി അടിച്ച് മാറ്റാൻ പറ്റും എന്നൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാർ, അത് അങ്ങനെയൊന്നും അല്ല. അതൊക്കെ ഈ യഥാർത്ഥത്തിൽ ചിലപ്പോഴൊക്കെ എന്താ സംഭവിക്കുന്നറിയോ, മാധ്യമങ്ങളിലും പത്രങ്ങളിലും ഒക്കെ തന്നെ ഈ ആർട്സ് വിഷയങ്ങൾ പാസ്സായിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും ജേർണലിസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ അവര് വളരെ ലളിതമായിട്ട് ഇതിനെ അവതരിപ്പിക്കുന്ന കിഡ്നി അടിച്ചങ്ങ് മാറ്റി. അതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെടുന്നത് ഡോക്ടറുടെ ട്രസ്റ്റാ. ഒരു ഡോക്ടർക്ക് ചികിത്സിക്കണമെങ്കിൽ ദൈവാനുഗ്രഹവും വേണം, രോഗിയുടെ ട്രസ്റ്റും വേണം. ഇത് രണ്ടും വിശ്വാസം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഓർഗൻ ട്രാൻസ്പ്ലാന്റ് കാര്യം പറഞ്ഞോട്ടെ. ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ഇന്ന് ED റെയ്ഡ് നടത്തുന്നുണ്ട്. കാര്യം ഞാൻ പറഞ്ഞിട്ട് ഇവര് പറയാം, ഞാൻ പറയാം, ED റെയ്ഡ് നടന്നിട്ടുണ്ട്. ഇത് നടക്കുന്നത് എന്താ പറഞ്ഞുതരാം. ഓർഗൻ ട്രാൻസ്പ്ലാന്റിന് ഒരിക്കലും ഒരു സർജൻ ഒന്നും വെറുതെ ഊരി കൊണ്ടുപോകാൻ പറ്റില്ല. എസ്റ്റീം സർജൻ എൻ്റെ കൂടെ ഉണ്ട് ഇവിടെ. എന്താ നടക്കുന്നുണ്ട്, ഇതിന് വേറെ റാക്കറ്റ് ഉണ്ട്. ഈ റാക്കറ്റിൽ എങ്ങനെ നടക്കുന്നില്ല, അതിൽ ഡോക്ടറിന് പലപ്പോഴും ബന്ധം ഉണ്ടാവില്ല. ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് എപ്പോഴും ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കഷ്ടപ്പാടുള്ള ആൾക്കാരെ കണ്ടുപിടിക്കുക.
യങ് ആയിട്ടുള്ള അവർ ഭയങ്കര ബുദ്ധിമുട്ടിലായിരിക്കും, ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടിലായിരിക്കും. അവരെ വേറെ ഏതൊരു ഓഫ് സൈറ്റ് ലൊക്കേഷനിൽ കൊണ്ടുപോയിട്ട് അവർക്ക് മേ ബി ഒരു 2 lakhs കൊടുക്കും, മനസ്സിലായി? എന്നിട്ട് അത് കിഡ്നി എടുത്തിട്ട് 25 lakhs മറിച്ച് വെക്കും. അത് റാക്കറ്റ് ആണ്. പക്ഷെ അത് എസ്റ്റീംഡ് ആയിട്ടുള്ള സർജൻസിന്റെ പുറത്തങ്ങൾ ഇടല്ലേ, അല്ല എസ്റ്റീംഡ് ആയിട്ടുള്ള സർജൻസ് പുറത്ത് ഇടല്ലേ. കാരണം ഇതിലൊന്നും എസ്റ്റീംഡ് ഹോസ്പിറ്റൽസും ഇവരൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. ഡോക്ടർ അനിത ജോസഫ്, ശരിക്കും യഥാർത്ഥത്തിൽ താങ്കൾ പറഞ്ഞ 1-2 കാര്യങ്ങൾ വളരെ റെലവെന്റ് ആയി തോന്നി. അപ്പോൾ ശരിക്കും നമുക്കെന്ന് വെച്ചാൽ ഭയം കൂടാതെ രോഗികൾക്ക് ഈ ആശുപത്രികളിൽ വരണം, എത്താൻ പറ്റും. അത് വലിയ ആശുപത്രി ആയാലും ചെറിയ ആശുപത്രി ആയാലും ഗവൺമെന്റ് ആശുപത്രി അവിടെ കുറച്ചുകൂടെ ട്രാൻസ്പെറൻസി കൊണ്ടുവരാൻ പറ്റുമോ? ക്രിയേറ്റ് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും സർ. കുറച്ചു മുന്നേ പറഞ്ഞ നമുക്ക് ഒരു ഡോക്ടറിനെ കാണുമ്പോ നമുക്ക് തോന്നുന്ന സംശയങ്ങൾ കൃത്യമായിട്ട് ഡോക്ടറിനോട് ചോദിക്കാം. ആ സംശയ നിവാരണം കറക്റ്റ് ആയിട്ട് നടത്താം. എനിക്കൊരു ട്രീറ്റ്മെന്റ് എടുക്കാൻ നേരത്ത് എനിക്കുള്ള സംശയങ്ങൾ വൃത്തിക്ക് ചോദിക്കാം. എനിക്കവിടെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാം. ഇതിനൊന്നും എവിടെയും തടസ്സമില്ല. എനിക്ക് ഫിനാൻഷ്യലി കൺസേൺസ് ഉണ്ട്. ആ കൺസേൺസ് അവർ തരുന്ന എസ്റ്റിമേറ്റ് എനിക്ക് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കാം. നിങ്ങൾ ഇതിൽ എന്തൊക്കെ കവർ ചെയ്യുന്നു? നേരത്തെ പറഞ്ഞില്ലേ സർ, ഇൻഷുറൻസ് എടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഒരു കാറിന് ഒരു ബൈക്കിന് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഞാൻ കൃത്യമായിട്ട് നോക്കി എന്തൊക്കെ അതിൽ ഉൾപ്പെടും എന്നുള്ള കറക്റ്റ് നോക്കിയിട്ടേ എടുക്കുള്ളൂ. അതേപോലെ തന്നെ ഞാൻ എൻ്റെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോഴും ഇതേപോലെ കൃത്യമായി നോക്കി തന്നെ എടുക്കണം. എനിക്ക് കോസ്റ്റ്, ആ ഇൻഷുറൻസ് ഇല്ലാത്ത ഒരാളായിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുന്നെങ്കിൽ അതിന് വരുന്ന കോസ്റ്റിനെ പറ്റി, ഓരോ കോസ്റ്റിനെ പറ്റിയും ഞാൻ അവെയർ ആയിരിക്കണം, ഞാൻ ചോദിക്കണം. എനിക്ക് ചോദിക്കാനുള്ള അവസരം അവിടെ ഉണ്ട്. അത് ഞാൻ കൃത്യമായിട്ട് ചോദിക്കണം. ഓക്കെ, രാജേന്ദ്രൻ ഒന്നും സംസാരിക്കാതിരിക്കുവായിരുന്നു. രാജേന്ദ്രന്റെ കാര്യം. രാജേന്ദ്രൻ, അവർ ആശുപത്രി പോകുമ്പോ എന്താണ് ഏറ്റവും വലിയ ആശങ്ക ഉള്ളില്? ആശുപത്രിയിൽ പോകുമ്പോൾ നേരത്തെ ഒരു ചർച്ച എന്താണെന്ന് വെച്ചാല് ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഡോക്ടർമാരെ പ്രൈവറ്റിലേക്ക് വിടുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ അടുത്ത് എന്റെ നാട്ടിലെ കോഴിക്കോട് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു അപകടം പറ്റിയിട്ട് കാലിന് ഒരു പയ്യന് അപകടം പറ്റിയിട്ട് കാല് കുറച്ച് പ്രോബ്ലം ആയിരുന്നു. അപ്പൊ അവിടെയുള്ള ഗവൺമെന്റ് ഡോക്ടർ പറഞ്ഞ് ഇവിടെ നിന്നാ കാല് മുറിച്ച് ഒഴിവാക്കേണ്ടി വരും. ഗവൺമെന്റിൽ പോയാ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഡോക്ടർ പറയാണ് ഇവിടെ നിന്നാ മുറിച്ച് ഒഴിവാക്കേണ്ടത്, അതുകൊണ്ട് പ്രൈവറ്റ് വേറെവിടെയും കൊണ്ടുപോയി. അവർ മേടിച്ചിട്ട് വേറെ പുറത്ത് കൊണ്ട് ചികിത്സിച്ച് അതിന്റെ പിരിവെടുത്ത ആളാണ് നമ്മള്, ആൾക്കാരുടെ പിരിവെടുത്ത ആളാണ്. അതുപോലെ നല്ല കാര്യങ്ങളും ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. സാറേ, നമ്മുടെ പലപ്പോഴും കമ്പാരിസണിൽ നമുക്കൊരു ചെറിയ പ്രശ്നം വരുന്നുണ്ട്. എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. ഇല്ല, വേറെ ഇല്ല. നേരത്തെ ചായയുടെ നേരത്തെ ചായയുമായിട്ടേ ചെറിയ കടയിൽ നിന്ന് ചായ കുടിക്കുന്നതും വലിയ കടയിൽ നിന്ന് ചായ കുടിക്കുന്ന റേറ്റ് വ്യത്യാസം ഉണ്ടാകും. ഇപ്പൊ മേഡം പറഞ്ഞ സമയത്ത് ബൈക്കിൽ ഇൻഷുറൻസ് എടുക്കുമ്പോൾ നന്നായി വായിക്കും. പക്ഷെ അതും ഒരു മനുഷ്യൻ രോഗവുമായി വരുന്ന ആ ഒരു സാഹചര്യം വ്യത്യാസമാണ്, ഒരു ഇമോഷണൽ. തീർച്ചയായിട്ടും ആ ഒരു കമ്പാരിസൺ അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും നമ്മൾ ഒന്ന് മാറ്റിയിട്ട് ഒരു മനുഷ്യൻ അസുഖം വരുമ്പോഴുള്ള വൈകാരികത കൂടി പരിഗണിക്കണം. ഇതിൽ മോറോവർ മൊത്തത്തിൽ നമ്മൾ ടോട്ടലി നോക്കുമ്പോൾ ഓരോ ചികിത്സകനും നന്നാകുക, സ്വന്തം എത്തിക്സ് ശ്രദ്ധിക്കുക എന്നതിനപ്പുറം വേറൊന്നും ചെയ്യാനില്ല എന്ന് മനസ്സിലാവും. ഞാൻ ഡോക്ടറേക്ക് വരാം. താങ്കൾ ഒരു ഇപ്പോൾ നമുക്കിപ്പോൾ യഥാർത്ഥത്തിൽ ഈ ധനകാര്യ സ്ഥാപനങ്ങളിൽ ആര് വന്ന് ആശുപത്രി തുടങ്ങിയാലും ടേക്ക് ഓവർ ചെയ്യാതാലും അതൊക്കെ അവർക്ക് ഇന്ത്യയിൽ ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഈ വിദേശ നിക്ഷേപം നമ്മൾ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുന്ന ഒരു നാടായത്. അപ്പോൾ താങ്കൾ എന്താണ് ഇത്തരം ആശുപത്രികളിൽ നിന്ന് ചൂഷണം കൂടാതെ പ്രതീക്ഷിക്കുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്നത് ശരിക്കും ഒരു നോർമൽ പേഴ്സണായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് അവർക്ക് ഏറ്റവും എന്താണ് അവരുടെ ആവശ്യം അത് കൺസിഡർ ചെയ്തിട്ട് കുറേയും കൂടി പൊളൈറ്റ് ആയിട്ട് കുറേയും കൂടി ലിബറൽ ആയിട്ട് അവരെ കൺസിഡർ ചെയ്തിട്ട് അവരുടെ കാര്യങ്ങൾ. നിങ്ങൾ ആർക്കെങ്കിലും ഇനി ചോദിക്കാനുണ്ടോ? ഒരു കാര്യം പറയാനുണ്ട്. നമ്മൾ എത്തിക്സിന്റെ കാര്യം സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും എത്തിക്സിനെ കുറിച്ചാണ് പറഞ്ഞത്. എത്തിക്സ് ഉള്ളവർ എല്ലാ പ്രൊഫഷനിലും ഉണ്ട്, എത്തിക്സ് ഉള്ളവരും ഇല്ലാത്തവരും ഉണ്ട്. അപ്പൊ കേരളത്തിൽ അതെ കൂടി കേരളത്തിൽ മുമ്പ് അൺഫോർച്ചുനേറ്റ് ആയിട്ട് മെഡിക്കലി കുറെ കേസസ് ഉണ്ടായെന്ന് വെച്ചിട്ട് കേരളത്തിൽ നിലവിലുള്ള എല്ലാ ഡോക്ടർമാരും എല്ലാ പ്രൈവറ്റ് ആശുപത്രികളും എത്തിക്സ് ഇല്ലാതെയാണ് പ്രവർത്തിക്കണേന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ആ ഒരു കാര്യം എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ MNCs ഡോക്ടർ ഉണ്ടോ? ഇല്ല. പിന്നെ MNCs ഇപ്പൊ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ടേക്ക് ഓവർ ചെയ്താലും അവർ ഡോക്ടർമാരെ കൊണ്ട് എന്തൊക്കെ ടെസ്റ്റ് നടത്താൻ പറഞ്ഞാലും ഡോക്ടേഴ്സിനൊരു മനസാക്ഷി ഉണ്ടല്ലോ. രോഗികളെ വരുമ്പോൾ അവരുടെ അടുത്തേക്ക് വരുമ്പോൾ ഒരു ഹ്യൂമാനിറ്റേറിയൻ ആസ്പെക്ട് ഉണ്ടല്ലോ. ഒരു പോയിന്റ് നോക്കുമ്പോൾ അവര് മനുഷ്യരാണല്ലോ. അത് വിട്ടിട്ട് കളിക്കാൻ എനിക്ക് തോന്നുന്നില്ല. ഒരു ഒബ്വിയസ്ലി ഒരു റേറ്റ് ഓഫ് ഇപ്പൊ വളരെ അറിയപ്പെട്ട ഒരു ഡോക്ടർ, ഒരുപാട് രോഗികളൊക്കെ കിട്ടാൻ സാധ്യതയുള്ള ഡോക്ടർക്ക് ഇത്തരം സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ പറ്റും. എന്നോട് തന്നെ കൊച്ചിയിലൊരു പ്രശസ്തനായ ഡോക്ടർ പറഞ്ഞു, ഞാൻ പറഞ്ഞു നിങ്ങളുടെ മേളിൽ സമ്മർദ്ദം വന്നാൽ എന്ത് ചെയ്യും? ഞാൻ വേറെ ആശുപത്രി നോക്കുമെന്ന് പറഞ്ഞു.
അത് അദ്ദേഹത്തിന് പറയാൻ പറ്റും. ഒരു സാധാരണ ഒരു പുതുതായി വരുന്ന ഒരാൾക്കൊക്കെ പറയാൻ ഭയങ്കര പാടാണ്. ആശുപത്രി മാനേജ്മെന്റിന് തന്നെയാണ് ആദ്യം ധാർമ്മികത വേണ്ടത്. ഒരേ ഡോക്ടർ രണ്ട് മുഖം പറഞ്ഞുതരാൻ ഞാൻ അനുഭവിച്ചൊരു കാര്യമാണ്. എന്റെ ഭാര്യക്ക് ഡെങ്കി പിടിച്ചു. അപ്പൊ ഈ ഇരിക്കുന്ന ഡോക്ടർ, സീനിയർ ഡോക്ടർ എന്റെ മെഡിക്കൽ കോളേജിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഈ ടെസ്റ്റ് ഒന്നും എഴുതാത്ത ഡോക്ടർ കേട്ടോ, ഒരു കറക്റ്റ് ആയിട്ട് എക്സാമിൻ ചെയ്യുന്നതാണ്. ഞാൻ ഈ ഡോക്ടറെ പ്രൈവറ്റ് ആശുപത്രി പോയി കാണാൻ വേണ്ടിട്ട്, അപ്പൊ അവിടെ ചെന്നപ്പം ഒരുപാട് ടെസ്റ്റ് എനിക്ക് എഴുതി. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് മിക്കവാറും ഡെങ്കി ആയിരിക്കും, കാര്യം തൊട്ടടുത്ത ആൾക്കാർക്കൊക്കെ ഡെങ്കി വന്നിട്ടുണ്ട്. ഇല്ല നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് 25,000 റുപ്പീസ് ടെസ്റ്റ് എഴുതി. അതേ എന്റെ ഭാര്യയുടെ അനിയത്തിക്ക് ഒരു ടെസ്റ്റും ചെയ്തിട്ടില്ല. സാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മരുന്നൊക്കെ കഴിച്ച് കംപ്ലീറ്റ്ലി മാറി. അപ്പം പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർമാരകത്ത് പ്രഷർ വരും. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇതിൽ എന്താ സംഭവിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് ഡോക്ടർ റൺ ഹോസ്പിറ്റലായിരുന്നു. ഇപ്പൊ നമ്മളൊക്കെ ഡോക്ടർമാരാണ്. ഡോക്ടർ റൺ ഹോസ്പിറ്റൽ അറിയോ? അതാണ് ഡോക്ടർ. അതാണ് സൊല്യൂഷൻ. അതാണ് ഡോക്ടർ റൺ ഹോസ്പിറ്റൽ വരണമെങ്കിൽ എന്ന് വെച്ചാൽ ഡോക്ടർ എന്ന് പറയുമ്പോൾ സാറല്ലേ കമ്മ്യൂണിറ്റിയോട് അറ്റാച്ച്മെന്റ് ഉണ്ടാവും. വെച്ചാൽ ആ കമ്മ്യൂണിറ്റി, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം, ഒരു ചെറിയ കഥയായിട്ട് പറഞ്ഞുതരാം. ഞാൻ പണ്ട് ബാലചന്ദ്രൻ എന്നൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. അയാൾ എല്ലാവരും ബാലു എന്ന് വിളിച്ചു. അയാൾ കഷ്ടപ്പെട്ട് ഗുവാഹട്ടി പഠിച്ചു, ബിജാപുരി MD എടുത്തു, തിരിച്ച് നാട്ടിലേക്ക് വന്നു. അതിന്റെ ബാലൻസ് ക്ലിനിക്ക് തുടങ്ങി. ഇന്ന് 10-20 കൊല്ലം കഴിഞ്ഞിട്ട് ആ ബാലൻസ് ക്ലിനിക്കിനെ ഒരു MNC ഒന്ന് വാങ്ങിച്ച് ബാബിലോൺ ക്ലിനിക്കാക്കി മാറ്റി. ബാലും ഇല്ല, ബാലൻസും ഇല്ല, എല്ലാവരും പോയി. മനസ്സിലായി? അപ്പൊ ആ സിറ്റുവേഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ ഡോക്ടറിന് എന്നും സാർ പറഞ്ഞ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഇത് ഇപ്പൊ ഇരിക്കുന്നത്, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പൊ അടുത്ത് നിങ്ങൾ ആരും വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, ഒരു വലിയൊരു കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ കമ്പനിക്ക് ഇപ്പൊ ഒരു കോർപ്പറേറ്റ് ഓഫീസ് തുടങ്ങിയിട്ടുണ്ട് കൊച്ചിയിൽ. എന്തിനാണ് ഡോക്ടർമാരെ നിരീക്ഷിക്കാൻ കോർപ്പറേറ്റ് ഓഫീസിന് ആവശ്യം? ആ ഓഫീസ് ഹോസ്പിറ്റൽ ഉണ്ടായി പോലും. അപ്പൊ അതിന് ഓഫ് സൈറ്റ് ഓഫീസ് വിളിക്കും. കാരണം ഡോക്ടർമാരെ പെർഫോമൻസ് നോക്കാൻ. ഈ ഡോക്ടർ ഈ മാസം ഇത്ര സർജറി ചെയ്തിട്ടില്ല, ടാർഗറ്റ് എത്തിച്ചിട്ടില്ല, അങ്ങനെ വരുമ്പോൾ ഏത് ഡോക്ടർ എഴുതി പോകും സാർ? എന്നുവെച്ചാൽ ആ ഒരു ഡോക്ടർ മെഷീൻ വായിക്കും. ഞാൻ 25 lakhs മെഷീൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ എടുത്തു വരുന്ന ആൾ പറയും നിങ്ങൾ എഴുതിയ മെഷീനാണ്, അതിന് വരുമാനം ഉണ്ടാക്കുന്നില്ല, എഴുതി തുടങ്ങി. നേരത്തെ ഞാൻ പറഞ്ഞത് 25 ലക്ഷം രൂപ ദുബായിൽ കാറും മറ്റൊക്കെ മേടിച്ചെടുക്കുമ്പോൾ അവർ ടാർഗറ്റ് അച്ചീവ് ചെയ്യണം. ഡോക്ടർമാരെ കൈ ചൂണ്ടല്ലോ. കാര്യം എന്താ പറഞ്ഞാൽ ഒരു ഡോക്ടർ എന്താ നല്ല ജീവിതം ഉണ്ടായിക്കൂടെ? സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഡിഫൻഡർ വണ്ടി എടുക്കുമ്പോൾ ആർക്കും കുഴപ്പമില്ല. ഒരു ഡോക്ടർ കഷ്ടപ്പെട്ട് ഒരുപാട് കൊല്ലം പഠിച്ചു. എറണാകുളത്ത് കോർപ്പറേറ്റ് കമ്പനി തുടങ്ങിയതെന്ന് എല്ലാവർക്കും അറിയാം. ആരാണ് ഓഫീസ് തുടങ്ങിയത് എന്നാണ് ഒരു സംശയം വന്നു. അപ്പൊ ഇവര് കൊടുക്കുന്ന ഓഫർ ഇത്രയും പണം കൊടുക്കുമ്പോ അവരെന്തിനാണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? നമ്മളിതാണ് ചർച്ച ചെയ്തത്. അവരെ തിരിച്ചു പിടിക്കും. അപ്പൊ അവരാണ് ടാർഗറ്റ് കൊടുക്കും. ആ ടാർഗറ്റ് ആണ് ഈ പറയുന്ന ടെസ്റ്റുകളുടെ രൂപത്തിൽ വരിക, ഈ പറയുന്ന പ്രൊസീജിയറുകളുടെ രൂപത്തിൽ വരിക. അത് ഓവർ ബർഡൻ ആയിട്ട് ആർക്കാണ് വരിക? അപ്പൊ ധാർമ്മികത എവിടെ നശിക്കും? അതുകൊണ്ടാണ് അതാണ് ഞാൻ പറയുന്നത്. ഇത് നിയന്ത്രിക്കണമെങ്കിൽ സർക്കാർ മാർഗരേഖ ഇറക്കണം, സർക്കാർ പോളിസികൾ ഉണ്ടാക്കണം, സർക്കാർ കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടായാലേ ഇത് നിയന്ത്രണത്തിലേക്ക് വരികയുള്ളൂ. അല്ലാതെ നമ്മൾ എത്ര ചർച്ച നടത്തിയിട്ട് കാര്യമില്ല. പരിഹാരം ശരിക്കും പറഞ്ഞുതരാം. വീണ്ടും തിരിച്ച് ഡോക്ടർ റൺ ഹോസ്പിറ്റലിലേക്ക് പോകണം. അതിന് പരിഹാരം ഇപ്പൊ ആരോഗ്യമന്ത്രി കേൾക്കുകയാണെങ്കിൽ ആരോഗ്യമന്ത്രിക്ക് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിക്ക് വേണ്ടി പറയാണ്, ഡോക്ടർ റൺ ഹോസ്പിറ്റൽ ഉണ്ടാക്കണമെങ്കിൽ വളരെ സിമ്പിൾ ആണ്. കാർഡിയോളജിസ്റ്റ് 2 പിള്ളേർ പഠിച്ചിറങ്ങുന്നുണ്ട്. അവർക്ക് കാത്ത് ലാബ് ഇടാനുള്ള പൈസ ഇല്ല. ഗവൺമെന്റ് ഇട്ടുകൊടുക്ക്, ഗവൺമെന്റ് കാത്ത് ലാബ് ഇട്ടുകൊടുക്കുക. ആ പിള്ളേർ വന്ന് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിൽ നടത്തി ആ രീതിയിൽ നമ്മൾ ചെറിയ ഹോസ്പിറ്റൽസിനെ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്താൽ മതി. ഗവൺമെന്റ് കണ്ടമാനം മെഡിക്കൽ കോളേജ് കെട്ടിയിട്ടൊന്നും കാര്യമില്ല. മനസ്സിലായി? എന്ത് നടക്കാൻ ചെറിയ ഹോസ്പിറ്റലിൽ പോയിട്ട് അവർക്ക് എന്താ കാത്ത് ലാബ് ഇല്ല. കാത്ത് ലാബ് ഉണ്ടെങ്കിൽ ആള് മരിക്കും. ഈ വിത്തിന് ഇത്ര റേഡിയസിനുള്ളിൽ കാത്ത് ലാബ് ഇല്ലെങ്കിൽ ആള് മരിക്കും. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാർഡിയോളജിസ്റ്റ് ആ നാട്ടിലുണ്ട്, പക്ഷെ കാത്ത് ലാബ് ഇല്ല. അപ്പൊ ഗവൺമെന്റ് ഒരു ഈ കുട്ടി പറഞ്ഞാൽ കറക്റ്റ്, ഫ്രീ ബസ് അല്ല നമുക്ക് ആവശ്യം, ഫ്രീ മറ്റേ ഈ ഹെൽത്ത് സർവീസ് നമുക്ക് ആവശ്യം. ഈ എന്തായാലും നമ്മൾ സംസ്ഥാന തലത്തിലുള്ള മന്ത്രിമാരോ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇത് കാണണമെന്ന് നമ്മുടെ ആഗ്രഹം. കാണാത്തവർക്ക് നമ്മൾ ഇതിന്റെ ലിങ്ക് അയച്ചു കൊടുക്കും. പിന്നെ കണ്ടില്ലെങ്കിൽ അവരുടെ വിശാല മനസ്സ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും കേരളത്തിലെ സാധാരണക്കാരായ എസ്പെഷ്യലി മിഡിൽ ക്ലാസ്സിലൊക്കെ വരുന്ന ഒരുപാട് രോഗികൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സ്ഥിതി സംജാതമാകുന്നു. ഇപ്പോൾ അതിൻ്റെ തുടക്കം മാത്രമാണ്. ഇപ്പോൾ 2023 മുതലാണ് കേരളത്തിൽ ഈ പ്രൈവറ്റ് ഇക്വിറ്റി വന്നു തുടങ്ങിയത്. 5-7 വർഷം ആകുമ്പോഴാണ് അതിൻ്റെ ശരിയായ എഫക്റ്റുകൾ മനസ്സിലാവുക. അതിൽ നമ്മൾ ആശങ്കപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, കോസ്റ്റ് എസ്കലേഷൻ ഓഫ് ഹെൽത്ത് കെയർ, ചികിത്സാ ചെലവ് കൂടും. രണ്ടാമത്തത് നിലവിലുള്ള ചെറിയ അല്ലെങ്കിൽ മീഡിയം ലെവലിലുള്ള ഹോസ്പിറ്റലുകളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു പ്രശ്നം ഇതിൽ നമ്മൾ കാണുന്നുണ്ട്. അത് വലിയൊരു ഇഷ്യൂ ആയിട്ട് തന്നെ കാണണം. ഞാൻ നേരത്തെ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു, ഇവരെല്ലാവരും ഒരു എക്സിറ്റ് പ്ലാനോട് കൂടിയിട്ടാണ് വരുന്നത്. ഇപ്പോൾ ബ്ലാക്ക് സ്റ്റോൺ മാക്സ് ഹെൽത്തിൽ ഇൻവെസ്റ്റ് ചെയ്തു. അവർ ഇൻവെസ്റ്റ് ചെയ്ത് 5 വർഷം കഴിഞ്ഞ് അവർ എക്സിറ്റ് ചെയ്തു. അതിന്ന്
എക്സിറ്റ് ചെയ്യുമ്പോൾ 5-fold ഇൻക്രീസ് ഓഫ് റിട്ടേണും ആയിട്ടാണ് അവർ പോയത്. അതായത് ഓപ്പറേഷണൽ ഇതല്ല, അതായത് 1000 കോടിയുടെ ഒരു സ്ഥാപനം വാങ്ങിച്ച് അവർ 5000 കോടിക്കാണ് അവർ മറിച്ചു വിൽക്കുന്നത്. അപ്പോൾ കോസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവർ ഈ പേഷ്യൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കുന്ന എമൗണ്ട് മാത്രമല്ല ഉദ്ദേശം വെക്കുന്നത്, അവരിതിനെ മറിച്ചു വിൽക്കുമ്പോഴുണ്ടാവുന്ന വാല്യുവേഷൻ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. ഇതില് FDI എല്ലാ മേഖലയിലും ഓപ്പൺ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വിരോധമില്ല. പക്ഷേ FDI ഹെൽത്ത് കെയറിൽ വരുമ്പോൾ അതിന് ചില റെസ്ട്രിക്ഷൻസും ചില നിബന്ധനകളും വേണം. അത് വളരെ നിർബന്ധമാണ്. ഇപ്പോൾ ഇതേ ഇൻവെസ്റ്റ്മെന്റ് അമേരിക്കയിൽ പോയിട്ട് ഇതുപോലെ ഇത്ര എളുപ്പത്തിൽ ചെയ്യാൻ കഴിയില്ല. കാരണം അവർക്ക് അവിടെ നിയമങ്ങളുണ്ട്. അപ്പൊ അതുപോലെയുള്ള ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ പോളിസിയാണത്. അവിടെ ഹെൽത്ത് കെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് നമ്മൾ വെൽക്കം ചെയ്യേണ്ടതില്ല എന്നുള്ള ഒരു ലെവലിലേക്ക്. എന്തായാലും ഞാൻ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് അറിയുന്നത് പോലെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയും വളരെ കരുതലോടെ എടുക്കേണ്ട ചില തീരുമാനങ്ങൾ ഈ കാര്യത്തിൽ ഉണ്ടാകണം. അതല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഒരു സാധാരണ രോഗിക്ക് ഒരുപാട് ക്ലേശങ്ങൾ ഉണ്ടാകും, ഒരുപാട് രീതിയിൽ അവൻ ചൂഷണം ചെയ്യപ്പെടാനും സാധ്യതയുണ്ട് എന്നൊരാശങ്ക മനസ്സിലുള്ളത് കൊണ്ടാണ് ഇത്തരമൊരു 2 ഭാഗങ്ങളായി സംപ്രേഷണം ചെയ്ത ഈ സംവാദം നിങ്ങളുടെ മുന്നിൽ നമ്മൾ സംഘടിപ്പിച്ചത്. കേൾക്കേണ്ടവർ കേൾക്കണം, കാണേണ്ടവർ കാണണം. മറ്റൊരു വിഷയവുമായി ഇനി അടുത്ത തിങ്കളാഴ്ച രാത്രി 8:15. ഗുഡ് ബൈ.